ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഓൾജിബ്ര കോംപ്ലക്സ് അനാലിസിസ് ഫോർത്ത് മൊഡ്യൂൾ ആണ്. ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ സ്കിപ്പ് ചെയ്തൊരു മൊഡ്യൂൾ ആയിരുന്നു, നേരത്തെ ടൈം കിട്ടാതിരുന്നു. അപ്പോൾ ഞാൻ ഫോർത്ത് മൊഡ്യൂളും പിന്നെ അടുത്ത ക്ലാസ്സസിലൊക്കെ ആയിട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. ആ ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. സോ അപ്പോൾ ഫോർത്ത് മൊഡ്യൂൾ ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പാർട്ടാണ്, കാരണം കുറച്ച് നല്ല ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. പ്രോബ്ലം അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ ലാസ്റ്റ് കോണ്ടൂർ ഇന്റഗ്രേഷൻ വരുന്ന ടൈമിൽ നമുക്ക് അത് സെപ്പറേറ്റ് പാർട്ടായിട്ട് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് കോഷീസ് റെസിഡ്യൂ എന്താണെന്ന്, റെസിഡ്യൂ ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. അതിനുശേഷം കോഷീസ് റെസിഡ്യൂ തിയറം വെച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം 100% എക്സാമിന് ഉറപ്പാണ്. അതിനുശേഷം കോണ്ടൂർ ഇന്റഗ്രേഷനിലേക്ക് നമുക്ക് കയറാം. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം. ഇത് പാർട്ട് 1 ആണ് കേട്ടോ. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഒന്ന് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു തുടങ്ങാം. കാരണം പാർട്ട് 2-ലും 1-2 സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് പാർട്ട് 1-ൽ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് തന്നെയാണ്. അപ്പൊ കറക്റ്റ് ഓർഡർ പ്രകാരമാണ് വീഡിയോസ് കാണേണ്ടത്. ഓൾറെഡി നമ്മളിപ്പോൾ 10 പാർട്ടുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അപ്പൊ നമ്മൾ എന്താണ് റെസിഡ്യൂ എന്ന് പറയുന്നത്, അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 3-4 മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ മെത്തേഡ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. കാരണം ഓരോ പ്രോബ്ലത്തിലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ഓരോരോ മെത്തേഡ്സ് ആയിരിക്കും. അപ്പൊ അതെങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ നമ്മൾ പറയും. സോ ഫസ്റ്റ് ഓഫ് ഓൾ റെസിഡ്യൂ, RESIDUE റെസിഡ്യൂ. സോ റെസിഡ്യൂ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എഫ് ഓഫ് ഇക്സഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന്റെ റെസിഡ്യൂ നമുക്ക് കണ്ടുപിടിക്കണം. സോ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇക്സഡ് അറ്റ് ഇക്സഡ് ഇസ് ഈക്വൽ ടു എന്താണ്? എ. നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇക്സഡ് ഇസ് ഈക്വൽ ടു എ എന്താണെന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ആദ്യമേ തന്നെ പഠിക്കണം. എന്താണ് ഇക്സഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇക്സഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പോൾ ആയിരിക്കണം. ഇക്സഡ് ഇസ് ഈക്വൽ ടു എ ഇസ് എ സിമ്പിൾ പോൾ. ഇക്സഡ് ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പോൾ. അതായത് സിമ്പിൾ പോൾ എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഇക്സഡിന്റെ പവർ എന്തായതുകൊണ്ടാണ്? 1 ആയതുകൊണ്ടാണ്. പവർ മാറുമ്പോൾ എന്താണ് പോൾ ഓഫ് ഓർഡർ 2, പോൾ ഓഫ് ഓർഡർ 3 അങ്ങനെ ഓർഡർ മാറും. ഇപ്പൊ ഓർഡർ മാറുന്നതാകുമ്പോൾ നമ്മുടെ ഇക്വേഷനും വ്യത്യാസം വരും. സോ നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് കോഷീസ് ഇന്റഗ്രൽ ഫോർമുല CIF വെച്ചിട്ട് നമ്മൾ കുറെ പ്രോബ്ലംസ് ചെയ്തു. അപ്പൊ അതിനകത്ത് നമ്മുടെ ഇക്സഡ് മൈനസ് എയുടെ പവർ കൂടിയപ്പോൾ അവിടെ ഫോർമുലയ്ക്ക് വ്യത്യാസം വന്നായിരുന്നു അല്ലെ? അപ്പൊ ആ വ്യത്യാസം വന്ന ഫോർമുലയെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഇക്സഡിന്റെ പവർ കൂടുമ്പോൾ, അതായത് ഇക്സഡ് മൈനസ് 3 ഹോൾ ക്യൂബ് ഈക്വൽ ടു 0, അപ്പൊ ഇക്സഡ് ഇസ് ഈക്വൽ ടു 3 ഇസ് എ പോൾ ഓഫ് ഓർഡർ 3. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സിംഗുലർ പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഫ്രാക്ഷൻ ടൈപ്പ് ആകുമ്പോഴത്തേക്കിനും. അപ്പൊ അതിനുശേഷം ആ പോൾ ഓഫ് ഓർഡർ എന്താണ്, അഥവാ സിംഗിൾ പോൾ ആണോ? അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. സിംഗിൾ പോൾ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് റെസിഡ്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണെന്നാണ് നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്നത്. പിന്നെ ഓർഡർ n ആണെങ്കിൽ, ഓർഡർ കൂടിയതാണെങ്കിൽ, ഓർഡർ 1 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ പോൾ. ഓർഡർ കൂടിയതാണെങ്കിൽ അഥവാ കൂടിയ ഓർഡേഴ്സ് വരുവാണെങ്കിൽ അതിനനുസരിച്ച് ഇക്വേഷൻ മാറ്റം വരും. ആ മാറ്റത്തിനനുസരിച്ച് നമ്മൾ ആ ഇക്വേഷൻസ് പഠിക്കേണ്ടി വരും. സോ അപ്പൊ അടുത്ത ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഓർഡർ കൂടിയ ഫോർമുലയാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ, അത് വെച്ചിട്ട് ഷുവർ ആണ്. അത് കഴിഞ്ഞിട്ട് റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഫോർമുലയും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞ് എക്സ്പാൻഷനിൽ നിന്ന് എങ്ങനെ റെസിഡ്യൂ കണ്ടുപിടിക്കാം എന്നുള്ളതും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ ആദ്യമേ ആ ഒരു തിയറി പാർട്ട്, ഈ ഒരു ഫസ്റ്റിലത്തെ ഈ ചാപ്റ്ററിന്റെ ഒരു 60% നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തിയറി പാർട്ട്. ബാക്കി 40%-ലും ഒരു 10% പുതിയ 1-2 സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്നേ ഉള്ളൂ. ബാക്കി 30% ഈ നോളജ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. സോ അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇക്സഡ് അറ്റ് ഇക്സഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ലിമിറ്റ് ഇക്സഡ് ടെൻസ് ടു എ ഇക്സഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ഇക്സഡ്. അപ്പൊ ഇതാണ് നിങ്ങൾ ഫസ്റ്റ് പഠിച്ചിരിക്കേണ്ട ഫോർമുല. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇക്സഡ് അറ്റ് ഇക്സഡ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ലിമിറ്റ് ഇക്സഡ് ടെൻസ് ടു എ ഇക്സഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ഇക്സഡ്. ഇക്സഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു സിമ്പിൾ പോൾ ആയിരിക്കണം. സോ ഇതാണ് ഫസ്റ്റിലത്തെ ഇക്വേഷൻ. നിങ്ങൾ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് മസ്റ്റ് ആയിട്ട് കാണാൻ പഠിച്ചു വെച്ചോണം കേട്ടോ. So next order n ആവുകയാണെങ്കിൽ ഇക്സഡ് ഇസ് ഈക്വൽ ടു എ ഇസ് എ പോൾ ഓഫ് ഓർഡർ n. പോൾ ഓഫ് ഓർഡർ n. അതായത് ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇക്സഡ് റൈസ് ടു 4 ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്കൊരു സിംഗുലർ പോയിന്റ് നമുക്ക് കിട്ടി. അപ്പൊ അവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ഇക്സഡ് ഇസ് ഈക്വൽ ടു 0 ഇസ് എ പോൾ ഓഫ് ഓർഡർ എന്തെന്ന് പറയാൻ പറ്റും? ഇക്സഡിന്റെ പവർ എന്താണ്? 4. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇക്സഡ് മൈനസ് 3 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 നമുക്ക് കിട്ടിയെന്നൊക്കെയാണ്. അപ്പൊ അവിടുന്ന് നമുക്ക് ഇക്സഡ് മൈനസ് 3 ഈക്വൽ ടു 0, ഇക്സഡ് മൈനസ് 3 ഈക്വൽ ടു 0, സിംഗുലർ പോയിന്റ് ഇക്സഡ് ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പൊ ഇസ് എ പോൾ ആണ്. ഇക്സഡ് ഇസ് ഈക്വൽ ടു 3 ഇസ് എ പോൾ ഓഫ് ഓർഡർ എത്ര ആണെന്ന് നോക്കിയേ. ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2 പ്രാവശ്യം. പോൾ ഓഫ് ഓർഡർ 2. അപ്പൊ നമ്മുടെ ആൻസർ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നതുകൊണ്ട് സിംപ്ലി ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ ഇക്സഡ് ഈക്വൽ ടു 0 എന്നുള്ള ആൻസർ 4 zeros കിട്ടുന്നുണ്ട് അല്ലെ? റൈസ് ടു 4 ആകുമ്പോൾ. അപ്പൊ ഇക്സഡ് ഈക്വൽ ടു 0 ഇസ് എ പോൾ ഓഫ് ഓർഡർ 4. ഇവിടെ ഇക്സഡ് ഈക്വൽ ടു 3 എന്ന് പറയുന്നത് 2 പ്രാവശ്യം കിട്ടുന്നുണ്ട്. അപ്പൊ ഇക്സഡ് ഈക്വൽ ടു 3 ഇസ് എ പോൾ ഓഫ് ഓർഡർ 2. അപ്പൊ ജനറലി ഇക്സഡ് ഇസ് ഈക്വൽ ടു എ ഇസ് എ പോൾ ഓഫ് ഓർഡർ n ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത്? വെരി ഇമ്പോർട്ടന്റ് ഫോർമുലയാണ്, നല്ല രീതിയിൽ പഠിച്ചു വെച്ചോ. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇക്സഡ്
at xz is equal to a, where xz is equal to a is a pole of order 1 അല്ലെങ്കിൽ സിമ്പിൾ പോൾ ആണെങ്കിലാണ് ഈ ഇക്വേഷൻ. ഓർഡർ n ആണെങ്കിൽ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് 1/n-1 factorial into limit xz tends to a, limit xz tends to a, d raised to n-1 divided by dx raised to n-1, d raised to n-1 by dx raised to n-1 into x minus a raised to n into f of x. ഇതാണ് നമ്മുടെ ഫോർമുല. നല്ലൊരു ഫോർമുലയാണ്, യൂസ്ഫുൾ ആണ്, എക്സാമിന് ഉറപ്പാണ്, നല്ല രീതിയിൽ പഠിച്ചു വെച്ചോ. ദിസ് ഈസ് ദ സെക്കൻഡ് ഫോർമുല യു ഹാവ് ടു റിമെമ്പർ. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് 1/n-1 ഫാക്ടോറിയൽ. ഇപ്പൊ n എവിടെ മനസ്സിലാക്കുന്ന ഓർഡർ എത്ര ആണോ അത്. ഇപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സിംഗുലർ പോയിന്റ് വരുന്നെങ്കിൽ അവിടുത്തെ ഓർഡർ 4 ആയിരിക്കും, ഇങ്ങനെയാണെങ്കിൽ ഓർഡർ 2 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് വരുന്നെങ്കിൽ നമ്മൾ n കൊടുക്കേണ്ട വാല്യൂ എന്തായിരിക്കും? അവിടെ 4 ആയിരിക്കും. ഇപ്പൊ പ്രോബ്ലത്തിൽ ഇങ്ങനെയാണ് വരുന്നെങ്കിൽ അവിടെ n കൊടുക്കേണ്ട വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. So 1/n-1 factorial into limit x tends to a, d raised to n-1 by dx raised to n-1 into x minus a raised to n into f of x. വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല, നല്ല രീതിയിൽ പഠിച്ചു വെച്ചോളൂ. ദെൻ നെക്സ്റ്റ് റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു ഫോർമുല. കാരണം ഇപ്പൊ ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ റെസിഡ്യൂ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം, ഫോർമുല നമ്പർ 1 ഉപയോഗിക്കാം. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ആണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫോർമുല എന്താണ്? അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ന രീതിയിൽ കൂടെ കണ്ടുപിടിക്കണമെന്നൊന്നും നമുക്ക് നിയമമില്ല. നമുക്ക് ഏത് മെത്തേഡിൽ കൂടെ വേണമെങ്കിലും റെസിഡ്യൂ കണ്ടുപിടിക്കാം. അപ്പൊ ഇപ്പൊ ചില പ്രോബ്ലത്തിൽ ചില മെത്തേഡുകൾ എളുപ്പമായിരിക്കും, ചിലത് പാടായിരിക്കും. അപ്പൊ എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാന്നുള്ളതിന്റെ 1-2 ക്ലൂസ് ആണ് പറയുന്നത്. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇക്വേഷൻ നമ്പർ 1 ആയിരിക്കും. ഡിനോമിനേറ്റർ സിംപ്ലിഫൈഡ് ഫോർമാറ്റിലാണ് കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോളിനോമിയൽ എക്സ്പാൻഡഡ് ഫോർമാറ്റിലാണ് കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്, വെരി വെരി ഇമ്പോർട്ടന്റ്, നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണെങ്കിൽ അവിടെ ഏറ്റവും യൂസ്ഫുൾ ആകുന്നത് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഫോർമുലയാണ് റെസിഡ്യൂ കണ്ടുപിടിക്കാൻ. രണ്ട് മെത്തേഡിൽ കൂടെ കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും, ചെയ്യാൻ എടുക്കുന്ന സമയത്തിലാണ് വ്യത്യാസങ്ങൾ വരുന്നത്. ഡിനോമിനേറ്റർ സിംപ്ലിഫൈഡ് ഫോർമാറ്റിലാണെങ്കിൽ, പോളിനോമിയൽ എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം സോൾവ് ആയിട്ടുള്ള ഫോർമാറ്റിലാണെങ്കിലൊക്കെ നമുക്ക് ഈ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന മെത്തേഡ് ഉപയോഗിക്കാം. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ആണെങ്കിൽ നേരിട്ട് ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ്? ഇക്വേഷൻ നമ്പർ 1 ഉപയോഗിച്ചാണ്. രണ്ട് മെത്തേഡിൽ ആൻസർ വ്യത്യാസം കിട്ടും. അപ്പൊ ഇന്ന ഫോർമാറ്റിലാണെങ്കിൽ ഇന്നത് ഉപയോഗിക്കാൻ പറയുന്നത് പെട്ടെന്ന് ആൻസർ കിട്ടും, മറ്റേത് നല്ല ടഫാണ് ചെയ്തെടുക്കാൻ, കുറെ സമയം കൺസ്യൂം ആവും. സോ അപ്പൊ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇക്സഡ് അറ്റ് ഇക്സഡ് ഇസ് ഈക്വൽ ടു എ, റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇക്സഡ് അറ്റ് ഇക്സഡ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു, നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫോർമുല. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു ഫ്രാക്ഷൻ ആയിരിക്കുമല്ലോ, അതായത് ഒരു എഫ് ഓഫ് ഇക്സഡ് ഡിവൈഡഡ് ബൈ ജി ഓഫ് ഇക്സഡ് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. എഫ് ഓഫ് ഇക്സഡ് ഡിവൈഡഡ് ബൈ ജി ഓഫ് ഇക്സഡ്. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ എഫ് ഓഫ് ഇക്സഡിന് പകരം നമ്മുടെ പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, എ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കും, ജി ഓഫ് ഇക്സഡിന്റെ ഡെറിവേറ്റീവ് എടുക്കും, എന്താണ്? ജി ഡാഷ് ഇക്സഡ്. അതിനകത്ത് നമ്മൾ ആ പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ എന്തോരും? ജി ഡാഷ് എ. അപ്പൊ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റെസിഡ്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഫോർമുല ഓർത്തിരിക്കാൻ വലിയ പാടൊന്നുമില്ല. അറ്റ് ഇക്സഡ് ഈക്വൽ ടു എ നമുക്ക് സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാവും ഏത് പോയിന്റിലാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ, ന്യൂമറേറ്റർ അതേപോലെ തന്നെ ഇടുക, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഈ രണ്ട് മെത്തേഡിൽ കൂടെ കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണെങ്കിൽ, ഡിനോമിനേറ്റർ പോളിനോമിയൽ എക്സ്പാൻഡഡ് ഫോർമാറ്റിലൊക്കെ ആണെങ്കിൽ പിന്നീട് തിരിച്ച് ഫാക്ടറൈസ് ചെയ്യാൻ പോകാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡെറിവേറ്റീവ് എടുത്തിട്ട് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാൻ പറ്റും. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 3. സോ നെക്സ്റ്റ് ഒരു പോയിന്റും കൂടെ ഞാൻ പറയുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ചില പ്രോബ്ലംസ് ഒക്കെ അത് 3 മാർക്കാണ് മെയിൻ ആയിട്ടും. ഇതെല്ലാം 5 മാർക്ക് 7 മാർക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. പിന്നെ സ്ഥിരമായിട്ട് 3 മാർക്കിന് സാധാരണ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ആ 3 മാർക്ക് സെക്ഷൻ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരെണ്ണമാണ് ഇപ്പൊ സൈൻ എച്ച് ഇക്സഡ്, അല്ലെങ്കിൽ കോസ് എച്ച് ഇക്സഡ്, അല്ലെങ്കിൽ സൈൻ ഇക്സഡ്, അല്ലെങ്കിൽ കോസ് ഇക്സഡ്, അല്ലെങ്കിൽ ഇ റൈസ് ടു ഇക്സഡ്. അപ്പൊ ഇതിന്റെയൊക്കെ എക്സ്പാൻഷൻ യൂസ് ചെയ്ത് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ്. അപ്പൊ അപ്പൊ ആ ഒരു എക്സ്പാൻഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ കൂടെ കോഎഫിഷ്യൻസ് 1/xഡോ ബൈ ഇക്സഡ് സ്ക്വയറോ ബൈ ഇക്സഡ് ക്യൂബോ ഇൻറ്റു ഇക്സഡോ ഒക്കെ കാണും. അപ്പം ആ ഒരു എക്സ്പാൻഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കാം? സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ഓർത്തിരുന്നാൽ മതി, കോഎഫിഷ്യന്റ് ഓഫ് 1/xd. അറ്റ് ഇക്സഡ് ഈക്വൽ ടു 0 ആയിരിക്കും എക്സ്പാൻഷൻ എല്ലാം നമുക്ക് ചെയ്യാനുള്ളത്. അവിടെ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സിംപ്ലി കോഎഫിഷ്യന്റ് ഓഫ് 1/xd. അപ്പൊ നമുക്ക് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് ആ ഫോർമുല മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. റെസിഡ്യൂ ഇസ് ഈക്വൽ ടു COF എന്നേ എഴുതുന്നുള്ളൂ, COEFFICIENT ആണ് സ്പെല്ലിംഗ്, കോഎഫിഷ്യന്റ് ഓഫ് 1/xd. ജസ്റ്റ് ഇതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക, കാരണം വളരെ യൂസ്ഫുൾ ആണ്. 3 മാർക്കിന് സാറിന് ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ. സോ ഇത് എപ്പോഴാണ്? നമ്മുടെ സൈൻ എച്ച് ഇക്സഡ്, കോസ് എച്ച് ഇക്സഡ്, ഇ റൈസ് ടു ഇക്സഡ്. അപ്പൊ അതിന്റെ എല്ലാ സ്റ്റാൻഡേർഡ് എക്സ്പാൻഷൻ നമ്മൾ ആ ടൈലർ സീരീസ് പറഞ്ഞപ്പോൾ നമ്മൾ ഫോർമുല എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. ലാസ്റ്റ് ടൈലർ സീരീസ് പറയുമ്പോൾ നമ്മൾ ആ ഫോർമുലസ് എല്ലാം ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ഫോർമുല നമ്മൾ നല്ല രീതിയിൽ ഓർത്തിരിക്കുക. 1 2 3 4 ഈ 4 ഫോർമുലാസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓരോരോ സാഹചര്യങ്ങളിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, ഫാക്ടറൈസ്ഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഏറ്റവും എളുപ്പം ഫസ്റ്റിലത്തെ ഇക്വേഷൻ ആണ്. ട്രിഗണോമെട്രി ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എക്സ്പാൻഡഡ് പോളിനോമിയൽ സോൾവ്ഡ് ഫോർമാറ്റിലാണ് കിടക്കുന്നതെങ്കിൽ x² + 2x + 3 തിരിച്ച് ഫാക്ടറൈസ് ചെയ്യാൻ പോകാതെ തന്നെ പെട്ടെന്നൊന്ന് ഡെറിവേറ്റീവ് എടുത്താൽ അതിനുശേഷം പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ആൻസർ കണ്ടുപിടിക്കാം. ആ അവസ്ഥകളിലൊക്കെ നമുക്ക് ഈ ഫോർമുല വളരെ വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് ഇപ്പോൾ സൈൻ എക്സ് കോസ് എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം നമ്മൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാതെ എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം, അതായത് സ്റ്റാൻഡേർഡ് ടൈലർ സീരീസ് ഒക്കെ വെച്ച് എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആ എക്സ്പാൻഡഡ് ഫോർമാറ്റിൽ നിന്ന് 1/xന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചാൽ അതായിരിക്കും നമ്മുടെ റെസിഡ്യൂ. അപ്പോൾ അത് 3 മാർക്കിന് സമയം ചോദിക്കാറുണ്ട്. പിന്നെ പവർ കൂടിയ ക്വസ്റ്റ്യൻ, അതായത് പോൾ ഓഫ് ഓർഡർ n ആണെങ്കിൽ, ഓർഡർ 1 ആണ് സിമ്പിൾ പോൾ അല്ല, പോൾ ഓഫ് ഓർഡർ n ആണെങ്കിൽ നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈക്വേഷൻ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് സാറിന് എപ്പോഴും എക്സാമിന് കണ്ടുവരാറുണ്ട്. അതായത് ഇപ്പൊ രണ്ടും കൂടെ കയറി വരും. ഇപ്പൊ ഡിനോമിനേറ്റർ x² - 2² × x² - 2² × x² - 3 എന്ന് വന്നെന്ന് വെച്ചോ. അപ്പൊ x² - 2 ഇസ് എ പോൾ ഓഫ് ഓർഡർ, അല്ല x² - 2 = 0 അവിടെ x = 2 ആണ് സിംഗുലർ പോയിന്റ്. അപ്പൊ x = 2 ഇസ് എ പോൾ ഓഫ് ഓർഡർ 2 കാരണം x² - 2 ന് സ്ക്വയർ ഉണ്ട്. അപ്പൊ x = 3 കൂടെ ഉണ്ടെങ്കിൽ x = 3 എന്ന് പറയുന്നത് സിമ്പിൾ പോൾ ആണ്. അപ്പൊ അവിടെ തന്നെ ഒരു പ്രോബ്ലത്തിൽ തന്നെ സിമ്പിൾ പോളും കൂടിയ ഓർഡറും കയറി വരാം. അപ്പൊ അവിടെ കൂടിയ ഓർഡർ ഉള്ളടുത്ത് റെസിഡ്യൂ കണ്ടുപിടിക്കാൻ ഈ ഫോർമുല ഉപയോഗിക്കണം, സിമ്പിൾ പോളിൽ ഈ ഫോർമുല ഉപയോഗിക്കണം. അപ്പോൾ ഇതിനുശേഷം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് റെസിഡ്യൂ ചെയ്യുന്നു. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഷീസ് റെസിഡ്യൂ തിയറം, CRT കോഷീസ് റെസിഡ്യൂ തിയറം നമ്മൾ പഠിക്കും. ഒന്നുമില്ല, നമ്മൾ കഴിഞ്ഞ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല CIF നമ്മൾ പഠിച്ചായിരുന്നു. അതെന്തായിരുന്നു? ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ C f(x) dx = 2πi × f of a ആയിരുന്നു. പക്ഷേ ഇവിടെ 2πi × സം ഓഫ് റെസിഡ്യൂസ്, സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് C. അത് വിട്ടുപോകരുത്. റീജിയൻ തരും, റീജിയന്റെ അകത്ത് വരുന്ന ആൾക്കാരുടെ റെസിഡ്യൂ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ബാക്കി എല്ലാ റെസിഡ്യൂസും 0 ആണ്. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഫസ്റ്റിലെ നല്ല രീതിയിൽ പഠിക്കുക. ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലത്തിൽ നമുക്ക് തുടങ്ങാം. ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് f(x) = x² / x - 2 at x = എന്താണ് 2. അപ്പൊ നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കണം. അറ്റ് എവിടാണ്? x = 2 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പൊ നമ്മുടെ ഫോർമുല അനുസരിച്ച് അപ്പൊ ഫസ്റ്റിലെ തന്നെ നമുക്ക് സമാധാനമായിട്ട് ഫോർമുല ഒക്കെ എഴുതി പതുക്കെ ചെയ്തു പോവാം. അപ്പൊ ഫോർമുല എന്ന് പറയുന്നത് എന്തായിരുന്നു? റെസിഡ്യൂ ഓഫ് f(x) at x = a = limit x tends to a x - a into f(x). ഫോർമുല എഴുതിയാൽ ഫോർമുലയുടെ മാർക്ക് അപ്പൊ തന്നെ നമുക്ക് കിട്ടും. സോ അപ്പൊ നെക്സ്റ്റ് ഇനിയിപ്പോ നമ്മൾ സമാധാനത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റെസിഡ്യൂ ഓഫ് f(x) at x = a എന്ന് പറയുന്നത് എവിടാണ്? x = 2 is limit x tends to a ക്ക് പകരം എന്ത് വരും? 2. അപ്പൊ x = a ക്ക് പകരം x = 2 നമുക്ക് തന്നിട്ടുണ്ടല്ലോ. x - a ക്ക് പകരം എന്ത് വരും? x - 2. ഇനി നമ്മൾ ഇവിടെ വേണമെങ്കിൽ f(x) ന് പകരം ഇത് കൊടുക്കാം. ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ. f(x) ന് പകരം നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? x² divided by x - 2. സോ സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്ത് കളയാലോ. x - 2 എന്തായി പോയി? കട്ടായി പോയി. ഇനിയിപ്പോ നമ്മൾ ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്തോ. x² ന് പകരം x ന് പകരം എന്ത് കൊടുക്കണം? 2. അപ്പൊ എന്ത് വരും? 2² ആൻസർ എന്ത് കിട്ടി? 4. അപ്പൊ ഇങ്ങനെയാണ് ഒരു മെത്തേഡ്. നമുക്ക് ആ തേർഡ് ഇക്വേഷൻ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിയാലോ. നമ്മൾ മൊത്തം 4 ഇക്വേഷൻസ് പറഞ്ഞല്ലോ. നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയായിരുന്നു മൂന്നാമത്തെ ഇക്വേഷൻ? മുകളിലത്തെ ഫംഗ്ഷൻ അതേപോലെ തന്നെ ഇട്ടിട്ട് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ആ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് ഒന്ന് വെരിഫൈ ചെയ്യുകയും ചെയ്യാം. സോ അപ്പൊ ആ ഒരു മെത്തേഡ് അനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പൊ ഞാൻ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ദിസ് ഈസ് മെത്തേഡ് 1 ആൻഡ് ദിസ് ഈസ് മെത്തേഡ് 2. ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതി. മറ്റേ മെത്തേഡും കൂടെ സെയിം ആൻസർ ആണോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്ത് നോക്കുന്നു. റെസിഡ്യൂ ഓഫ് f(x) at x = 2 is equal to ഏറ്റവും എളുപ്പം ഈ മെത്തേഡ് ആണ്. നമുക്ക് ഈ ഫോർമുല ഒന്നും പെട്ടെന്ന് വലിയ കാര്യത്തിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്നില്ല. ഇത് യൂസ്ഫുൾ ആണ് എപ്പോഴാണ്? ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ആയിട്ട് കിടക്കുമ്പോൾ ഈ ഫോർമുല ആണ് ഏറ്റവും എളുപ്പം. സോ ഫാക്ടറൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഫോർമുല അല്ലെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുമ്പോൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഫോർമുല വളരെ യൂസ്ഫുൾ ആണ്. സോ എന്തായിരുന്നു? ന്യൂമറേറ്റർ അതേപോലെ തന്നെ ഇടുക. x² ഞാൻ അതേപോലെ തന്നെ ഇട്ടു. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 - 2 ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ബിക്കോസ് 2 is a constant. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. at x = എന്താണ്? 2. പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2² അല്ലേ? 2² ആൻസർ എന്ത് കിട്ടുന്നുണ്ട്? 4. 2² / 1 എന്ന് പറയുന്നത് 2² തന്നെ 4. കണ്ടോ? സെയിം ആൻസർ കിട്ടുന്നുണ്ടോ? 4 4 സെയിം ആൻസർ. സോ ആൻസർ സെയിം ആണ്. ആൻസറിന് വ്യത്യാസമൊന്നുമില്ല. രണ്ട് മെത്തേഡ് കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ഏതാണോ ആ മെത്തേഡ് ചെയ്യാം. ഞാൻ 1-2 ഹിന്റ് പറഞ്ഞു തന്നു ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏത് രീതിയിൽ കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം.
ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുമ്പോഴും ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ആയിട്ട് അല്ലാത്തപ്പോഴും എളുപ്പം ഈ സെക്കൻഡ് മെത്തേഡ് ആണ്. ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഏറ്റവും എളുപ്പം ഫസ്റ്റിലത്തെ മെത്തേഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to cot pi xz by z minus a whole square at z is equal to a. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സിംഗുലർ പോയിന്റ് കണ്ടുപിടിച്ച് നോക്കാം. അല്ലെങ്കിൽ at x is equal to a എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ സിംഗുലർ പോയിന്റ്. അതിന്റെ ഓർഡർ എന്താണ്? z is equal to a is a pole of order 2 ആണ്. കാരണം റേസ് ടു എന്ത് വരുന്നുണ്ട്? 2 വരുന്നുണ്ട്. അപ്പൊ അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഒന്ന് സിംഗുലർ പോയിന്റ് ആയിട്ട് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. കാരണം നമ്മൾ കോഷീസ് റെസിഡ്യൂ തിയറം CRT വെച്ചിട്ട് പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കിന് നമ്മൾ എന്തായാലും സിംഗുലാരിറ്റി ചെക്ക് ചെയ്ത് സിംഗുലാരിറ്റി കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ റീജിയനുള്ളിലാണോ പുറത്താണോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ഫോർമുല വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സ്പി ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ സിംഗുലർ പോയിന്റ് ഇവിടെ വരുന്നത് എന്താണ്? z മൈനസ് എ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താ വരുന്നത്? 0 ആണ് വരുന്നത്. സോ z is equal to a, a വരും അല്ലെ? കാരണം രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. z മൈനസ് എ ഇൻറ്റു z മൈനസ് എ, അതായത് z equal to a, a. സോ z is equal to എത്ര പ്രാവശ്യം റിപ്പീറ്റ്, സിംപ്ലി ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതാണ് എന്തെന്ന് പറയുന്നത്, ഓർഡർ എന്ന് പറയുന്നത്. എത്ര പ്രാവശ്യം സെയിം ആൻസർ എത്ര പ്രാവശ്യം വരുന്നുണ്ട്? രണ്ട് പ്രാവശ്യം വരുന്നുണ്ടല്ലോ. സോ z is equal to a is a pole, അതൊരു പോൾ ആണ്, ഓഫ് ഓർഡർ is a pole of order എന്താണ്? എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 2. അല്ലെങ്കിൽ തന്നെ റേസ് ടു എന്താണ് വരുന്നത് അത് തന്നെ ആയിരിക്കും ഓർഡർ. സോ z is equal to a is a pole of order 2. സോ പോൾ ഓഫ് ഓർഡർ n വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഓർഡർ 1 ആണെങ്കിൽ നമുക്ക് ഫസ്റ്റിലത്തെ ഇക്വേഷനോ തേർഡ് ഇക്വേഷനോ യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ സെക്കൻഡ് ഇക്വേഷൻ മസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചേ പറ്റുള്ളൂ, കാരണം ഓർഡർ കൂടുതലാണ് അല്ലെ. സോ അപ്പോൾ നമ്മുടെ ഫോർമുല എന്തായിരുന്നു? റെസിഡ്യൂ ഓഫ് f of x at z is equal to a is equal to ഓർഡർ n ആണെങ്കിലുള്ള ഫോർമുല എന്തായിരുന്നു? 1 by n minus 1 factorial into limit x tends to a d raised to n minus 1 divided by dx raised to n minus 1 into x minus a raised to n into f of x. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഫോർമുല. ജസ്റ്റ് ഈ ഫോർമുലയിലേക്ക് നമ്മൾ n is equal to എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. n is equal to 2 നമ്മൾ ഈ ഒരു ഫോർമുലയിലേക്ക് ത്രൂ ഔട്ട് എന്ത് ചെയ്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഓർഡർ അഥവാ ഓർഡർ n ആണെങ്കിൽ നമ്മൾ പഠിച്ചു, ഹിയർ ഓർഡർ 2 ആണ്. സോ അപ്പോൾ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? n is equal to 2 നമ്മൾ ഈ ഒരു ഫോർമുലയിൽ ത്രൂ ഔട്ട് എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ആൻഡ് f of x ന് പകരം നമുക്ക് തന്നിട്ടുള്ള f of x കൊടുക്കുക. a ക്ക് പകരം a തന്നെയാണ്, കാരണം x equal to a അല്ലേ. നമ്മൾ ഫോർമുലയിൽ ഉള്ള എയും അതേ പോയിന്റ് തന്നെയാണ്, a എന്നുള്ള പോയിന്റ് തന്നെയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സപ്പോസ് അത് 3 or 4 വല്ല ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ കൊണ്ടിട്ട് a മാറ്റി 3 or 4 ഒക്കെ ആക്കേണ്ടി വന്നേനെ. അപ്പൊ അകത്ത് 3 or 4 വല്ല ആയിരുന്നേനെ നമ്പർ ആണെങ്കിൽ. ഇപ്പൊ അവർ a തന്നെയാണ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനിലെ എയും ഫോർമുലയിലെ എയും സെയിം തന്നെയാണ്. സോ അപ്പൊ നമുക്ക് n is equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കാം. f of x ന് പകരം നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കാം. സോ അപ്പൊ നമുക്ക് എന്താ വരുന്നത് നോക്കാം. റെസിഡ്യൂ ഓഫ് f of x at x is equal to a is equal to 1 by 2 minus 1 factorial വരും അല്ലെ. 2 minus 1 1 1 factorial എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. സോ 1 factorial 1 തന്നെയാണ്. അപ്പൊ 1 by 1 ഇട്ടു ലിമിറ്റ് x tends to a. a എന്ന് പറയുന്ന ആരാണ്? a തന്നെയാണ് അല്ലെ. at x equal to a തന്നെയല്ലേ? a എന്ന് പറയുന്നത് a തന്നെയാണ്. d raised to n minus 1 എന്ന് പറയുമ്പോൾ എന്തോരും? 2 minus 1. n 2 അല്ലേ? അപ്പൊ 2 minus 1 2 minus 1 എന്തോ 1. അപ്പൊ d raised to 1 എന്ന് ചുമ്മാ എഴുതണ്ട. d raised to 1 d തന്നെയാണല്ലോ. അപ്പൊ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല. d by dx raised to 2 minus 1 വരും. 2 minus 1 എന്ത് തന്നെ? 1 തന്നെ. അപ്പൊ നമ്മൾ പിന്നെ അത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം d by dx എന്നൊന്ന് നേരിട്ട് എഴുതിയാൽ മതി. സപ്പോസ് ഇപ്പൊ n ന്റെ വാല്യൂ 3 ആയിരുന്നെങ്കിൽ 3 minus 1 2 വന്നേനെ. അപ്പൊ d square by dx square വന്നേനെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 എഴുതണം. raised to 1 ആയതുകൊണ്ട് നമ്മൾ ചുമ്മാ എഴുതേണ്ട ആവശ്യം ഇല്ല. ബാക്കി എന്തുണ്ട്? x minus a raised to n. n എന്ന് പറയുന്ന ആരാ? 2 into f of x. f of x എന്ന് പറയുന്ന ആരാണ്? cot pi x divided by x minus a whole square. x minus a whole square, x minus a whole square എന്തായി പോയി? കട്ടായി പോയി. So this is equal to 1 by 1 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ബാക്കി ലിമിറ്റ് x tends to a d by dx of cot pi x അല്ലെ. cot pi x. cot x ന്റെ ഡെറിവേറ്റീവ് എന്താ? sin x ന്റെ ഡെറിവേറ്റീവ് cos x, cos x ന്റെ ഡെറിവേറ്റീവ് minus sin x, tan x ന്റെ ഡെറിവേറ്റീവ് sec square x, cosec x ന്റെ ഡെറിവേറ്റീവ് minus cosec x cot x, sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x, cot x ന്റെ ഡെറിവേറ്റീവ് minus cosec square x. So limit x tends to a. cot x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? minus cosec square pi x. അപ്പൊ നമ്മുടെ പുറത്ത് കിടക്കുന്ന ആളുടെ പരിപാടി കഴിഞ്ഞു. ചെയിൻ റൂൾ അനുസരിച്ച് കോട്ടിന്റെ പരിപാടി കഴിഞ്ഞു.
ഇനി നമുക്ക് അകത്തോട്ട് നോക്കാം. അകത്ത് പൈ ഇക്സഡ് ഉണ്ട് അല്ലേ, പൈ ഇക്സഡ് ഉണ്ട്. പൈ മാറ്റി നിർത്തി ഇക്സഡിന്റെ ഡെറിവേറ്റീവ് എന്തായി പോയി 1. അപ്പൊ നമ്മുടെ ആ പൈ എന്നുള്ള കോൺസ്റ്റന്റ് ജസ്റ്റ് അവിടെ മാറ്റി നിർത്തിയിട്ട് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. സോ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, ഡിഫറൻഷിയേഷൻ ഡൗട്ട് ഉള്ളവരൊക്കെ ഉണ്ട്. സോ ഇപ്പൊ കോട്ടിൻ ഡെറിവേറ്റീവ് മൈനസ് കൊസീക് സ്ക്വയർ, അകത്ത് കിടക്കുന്ന ആൾ അതേപോലെ തന്നെ, പുറത്തെ ആളുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. അകത്തെ ആളെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പൈ ഇക്സഡ്, പൈ മാറ്റി നിർത്തി ഇക്സഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഇക്സഡ് 1 ആണ്. സോ പൈ മാറി വന്നു. സോ ഞാൻ ഇനി ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇക്സഡ് ടെൻസ് ടു എ, ഒരു മൈനസ് ഉണ്ട്, ഒരു പൈ ഉണ്ട്, കൊസീക് സ്ക്വയർ പൈ ഇക്സഡ് ആണല്ലോ. ഇനിയിപ്പോ ലാസ്റ്റ് നമുക്ക് ഇക്സഡിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ എ എന്നുള്ള പോയിന്റ് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസർ ആയി. ഫൈനൽ ആൻസർ ഞാൻ നല്ല വൃത്തിക്ക് ഇങ്ങോട്ട് എഴുതുവാണ്. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇക്സഡ് അറ്റ് ഇക്സഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ജസ്റ്റ് ഈ എ, ഈ ഇക്സഡിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ വരും? മൈനസ് പൈ കൊസീക് സ്ക്വയർ, ഇക്സഡിന് പകരം എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കൂട്ടത്തിൽ ആരുണ്ട്? പൈ ഉണ്ട്, മൈനസ് എ പൈ. സോ മൈനസ് പൈ കൊസീക് സ്ക്വയർ എ പൈ. ഇപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ 3 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ നല്ല രീതിയിൽ ഒന്ന് ചെയ്ത് പഠിക്കുക, സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഈ ഫോർമുല നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം, ഒരുപാട് പ്രോബ്ലത്തിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സിംഗുലാരിറ്റീസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇക്സഡ് ഇസ് ഈക്വൽ ടു ഇക്സഡ് ഇൻടു ഇ റൈസ് ടു ഇക്സഡ് ബൈ ഇക്സഡ് സ്ക്വയർ പ്ലസ് 4 ആൻഡ് ഹെൻസ് ഫൈൻഡ് ദി കറസ്പോണ്ടിങ് റെസിഡ്യൂസ്. അപ്പൊ നമുക്ക് സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത് സിംഗുലർ പോയിന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കണം. ആ ഓരോ സിംഗുലർ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് റെസിഡ്യൂസ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സിംഗുലർ പോയിന്റ് കണ്ടുപിടിച്ച് നോക്കാം. എസ് പി കോമ ഡിനോമിനേറ്റർ 0 ടിക്കറ്റ് ചെയ്യുക, ഇക്സഡ് സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0. അവിടുന്ന് ഇക്സഡ് സ്ക്വയർ ഈക്വൽ ടു പ്ലസ് 4 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 4. ഇക്സഡ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 4. ഇക്സഡ് ഇസ് ഈക്വൽ ടു 4ന്റെ റൂട്ട് 2, റൂട്ട് പ്ലസ് ഓർ മൈനസ് ഇടണം, റൂട്ട് മൈനസ് ഉള്ളതുകൊണ്ട് എന്തിടണം? ഐ. സോ പ്ലസ് ഓർ മൈനസ് 2i. സോ പ്ലസ് ഓർ മൈനസ് 2i ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത്. അതായത് 2i ഒരു ആൻസർ, മൈനസ് 2i ഒരു ആൻസർ. സോ അപ്പൊ ഇക്സഡ് ഇസ് ഈക്വൽ ടു 2i ലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റെസിഡ്യൂ കണ്ടുപിടിക്കണം. ഇക്സഡ് ഇസ് ഈക്വൽ ടു മൈനസ് 2i ലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റെസിഡ്യൂ കണ്ടുപിടിക്കണം. സോ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇക്സഡ്, നമുക്ക് ഏത് ഫോർമുല നമുക്ക് യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കാം. 2i ആണ്. ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്യാം, ഫസ്റ്റിലെ പഠിച്ച ഫസ്റ്റ് ഫോർമുല യൂസ് ചെയ്യാം, അല്ലെ തേർഡ് ഫോർമുല യൂസ് ചെയ്യാം. സോ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്, ഫാക്ടറൈസ്ഡ് അല്ല. വേണമെങ്കിൽ ഇക്സഡ് പ്ലസ് 2i ഇൻടു ഇക്സഡ് മൈനസ് 2i എന്ന് ഫാക്ടറൈസ്ഡ് ആക്കാം. അങ്ങനെ ഫാക്ടറൈസ്ഡ് അല്ല കിടക്കുന്നതെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് തേർഡ് ഇക്വേഷൻ ആണ്. തേർഡ് ഇക്വേഷൻ ഏറ്റവും എളുപ്പത്തിൽ ആൻസർ കിട്ടുന്നതാണ്. ന്യൂമറേറ്റർ അതേപോലെ തന്നെ എഴുതുക, ഇക്സഡ് ഇൻടു ഇ റൈസ് ടു ഇക്സഡ്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇക്സഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. 4ന്റെ ഡെറിവേറ്റീവ് എന്താ? ഇപ്പോൾ 0. അറ്റ് നമ്മൾ ഇന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇക്സഡ് ഇസ് ഈക്വൽ ടു എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ വെച്ച് തന്നെ ഇക്സഡും ഇക്സഡും എന്തായി പോയി? കട്ടായി പോയി. ജസ്റ്റ് ബാക്കി ഇക്സഡ് കാണുന്നിടത്ത് 2i കൊടുത്താൽ മതി. ഇ റൈസ് ടു 2i ഡിവൈഡഡ് ബൈ എന്ത് വരും? 2. കാരണം ഇക്സഡും കട്ടായി പോയല്ലോ. ബാക്കി ഇ റൈസ് ടു ഇക്സഡിന് പകരം 2i ബൈ 2 മാത്രമാവും. സോ നെക്സ്റ്റ് സെയിം ഫോർമുല തന്നെ ഇവിടെ യൂസ് ചെയ്യാം. മൈനസ് 2i ലും കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇക്സഡ് അറ്റ് ഇക്സഡ് ഇസ് ഈക്വൽ ടു മൈനസ് 2i ഇസ് ഈക്വൽ ടു സെയിം സംഭവം തന്നെ. ന്യൂമറേറ്റർ അതേപോലെ തന്നെ എടുക്കുക, ഇക്സഡ് ഇൻടു ഇ റൈസ് ടു ഇക്സഡ്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, ഇക്സഡ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x, 4ന്റെ ഡെറിവേറ്റീവ് 0. ഇക്സഡ് കട്ടായി പോയി. അറ്റ് ഇക്സഡ് ഇസ് ഈക്വൽ ടു മൈനസ് 2i ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു ഇക്സഡിന് പകരം മൈനസ് 2i ഡിവൈഡഡ് ബൈ 2 കഴിഞ്ഞു. സോ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇക്സഡിന് പകരം പ്ലസ് 2i വന്നു, ഇവിടെ ഇക്സഡിന് പകരം മൈനസ് 2i വന്നു. ഇ റൈസ് ടു മൈനസ് 2i ബൈ എന്ത് വന്നു? 2. സോ ഇതാണ് നമ്മുടെ രണ്ട് റെസിഡ്യൂസ്. നമ്മുടെ രണ്ട് സിംഗുലാരിറ്റീസ്, രണ്ട് സിംഗുലർ പോയിന്റ്സ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു. രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞു? റെസിഡ്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സിംഗുലാരിറ്റീസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇക്സഡ് ഇസ് ഈക്വൽ ടു ടാൻ ഇക്സഡ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നന്നായിട്ടൊന്ന് പഠിച്ചു വെച്ചോ. ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് കറസ്പോണ്ടിങ് റെസിഡ്യൂസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് കണ്ടുപിടിക്കണം? സിംഗുലാരിറ്റീസ് കണ്ടുപിടിക്കണം. സോ ആദ്യമേ നമുക്ക് ടാൻ ഇക്സഡിനെ നമുക്ക് ഒരു ഫ്രാക്ഷന്റെ രീതിയിൽ കിട്ടണം. ഫ്രാക്ഷൻ ആക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ ടാൻ ഇക്സഡ്. എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? സൈൻ ഇക്സഡ് ഡിവൈഡഡ് ബൈ കോസ് ഇക്സഡ് എന്ന് എഴുതാമല്ലോ. ടാൻ ഇക്സഡ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഇക്സഡ് ഡിവൈഡഡ് ബൈ കോസ് ഇക്സഡ്. നെക്സ്റ്റ് സിംഗുലർ പോയിന്റ്സ് കണ്ടുപിടിച്ച് നോക്കാം. സിംഗുലർ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിനോമിനേറ്ററിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എന്തൊരു കോസ് ഇക്സഡ് ഇസ് ഈക്വൽ ടു എന്താണ്? 0. നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻസ് ഞാൻ എഴുതിയിടാം, രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ സൈൻ ഇക്സഡ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ implies xz is equal to n pi. sin xz is equal to 0 ആണെങ്കിൽ xz ന്റെ വാല്യൂ എന്താണ്? n pi. നെക്സ്റ്റിലത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
cos xz is equal to 0 ആണെങ്കിൽ അവിടെ implies xന്റെ വാല്യൂ എന്ന് പറയുന്നത് 2n plus 1 into pi by 2 ആയിരിക്കും. ഇവിടെ രണ്ട് കേസിലും n എലമെന്റ് ഓഫ് എന്താണ് xz ആണ്, ഇന്റിജേഴ്സ് ആണ്, n എലമെന്റ് ഓഫ് xz ആണ്. സോ cos xz 0 ആണെങ്കിൽ xz എന്ന് പറയുന്നത് എന്താണ് 2n plus 1 into pi by 2 വേർ n എലമെന്റ് ഓഫ് xz ആണ്. സോ cos xz equal to 0 ആണെങ്കിൽ ഈ xz എന്ന് പറയുന്നത് ഈ xz അല്ല, ഇത് നമ്മൾ എന്താണ് ഇന്റിജേഴ്സിനെ, ഇപ്പൊ ക്യാപിറ്റൽ R നമ്മൾ എന്തിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, റിയൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, n നാച്ചുറൽ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ക്യാപിറ്റൽ n. അപ്പൊ അതേപോലെ തന്നെ ക്യാപിറ്റൽ xz ഇന്റിജേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നേ ഉള്ളൂ. അപ്പൊ ആ xz ആണ്, മറ്റേ xz അല്ല കേട്ടോ. അപ്പം ജസ്റ്റ് n ഒരു ഇന്റിജർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി n എലമെന്റ് ഓഫ് xz എന്ന് ഞാൻ ചുമ്മാ ഇട്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ അങ്ങനെ ഇടയിലും മാറൊന്നും പോകില്ല. അപ്പൊ cos xz equal to 0 ആണെങ്കിൽ xz ന്റെ വാല്യൂ എന്താണ്, ശ്രദ്ധിച്ച് 2n plus 1 into pi by 2. xz is equal to എന്താണ് 2n plus 1 into pi by 2 n element of xz. xz എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് വരയും കൂടെ കേട്ടോ, ഇന്റിജർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് n element of xz. സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ f of xz is equal to sin xz by cos xz. നമുക്ക് നെക്സ്റ്റ് സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൈഡിലേക്ക് പോയി 0 ഡിക്കേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് xz ന്റെ വാല്യൂ കിട്ടി. സോ നമുക്കിപ്പം ഇതിനെ ഇപ്പൊ cos xz നല്ലൊരു പോയിന്റ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ, ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുമ്പോൾ വി മസ്റ്റ് യൂസ് തേർഡ് ഇക്വേഷൻ. മൊത്തം 4 ഇക്വേഷൻ പഠിച്ച റെസിഡ്യൂ കണ്ടുപിടിക്കാൻ മൂന്നാമത്തെ ഇക്വേഷൻ ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, എന്ത് വരുമ്പോൾ യൂസ് ചെയ്യുന്നത്, ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരുമ്പോൾ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ് വന്നിരിക്കുന്നത്. സോ റെസിഡ്യൂ ഓഫ് f of xz at xz is equal to a എന്ന് പറയുന്നത് എന്താണ് 2n plus 1 into pi by 2 is equal to ന്യൂമറേറ്റർ അതേപോലെ തന്നെ എടുക്കുക sin xz, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, cos xz ഡെറിവേറ്റീവ് എന്താണ് മൈനസ് sin xz. ശ്രദ്ധിക്കാൻ തേർഡ് ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ, g dash a by എന്താ f of x by g of x എന്നാണ് എടുത്തത്. കറസ്പോണ്ടിംഗ്ലി എന്ത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. sin xz ന്റെ അതേപോലെ തന്നെ എടുക്കുക, cos xz ന്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് sin xz. ന്യൂമറേറ്റർ അതേപോലെ തന്നെ സിമ്പിൾ ഇത്ര ഓർത്താൽ മതി, ന്യൂമറേറ്റർ അതേപോലെ തന്നെ എടുക്കുക, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക, കറസ്പോണ്ടിംഗ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. at xz equal to എന്താണ്, at xz is equal to എന്താണ് 2n plus 1 into pi by 2. sin xz കട്ട്, ആൻസർ എന്ത് കിട്ടി -1. ഇവിടെ നമുക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ടോ, -1 നമുക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ xz-ന്, ഇല്ല. ആൻസർ എന്ത് തന്നെയാണ് -1. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇപ്പം നമുക്ക് നമുക്ക് ഈ ഒരു -1 എന്നുള്ള ആൻസർ ഇങ്ങനെ കിട്ടുമോ, അപ്പം നമുക്ക് അങ്ങനെ ചെറിയ കൺഫ്യൂഷൻ ഒക്കെ തോന്നുന്ന ക്വസ്റ്റൻ ആണ്. കാരണം നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നു, ജനറലൈസ്ഡ് ഫോർമാറ്റിലാണ് ബാക്കിയെല്ലാം വരുന്നത്, 2n plus 1 into pi by 2. അപ്പൊ നമുക്ക് നല്ലോണം ശ്രദ്ധിച്ചാൽ നമ്മുടെ ഫോർമാറ്റ് ഒന്ന് ഫോളോ ചെയ്താൽ വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സാറിന് 3 മാർക്ക് 4 മാർക്കിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നന്നായിട്ട് ചെയ്ത് പഠിച്ചോ. ആൻസർ എന്താണ് -1. പിന്നീട് നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ കോഷീസ് റെസിഡ്യൂ തിയറം CRT യൂസ് ചെയ്യുന്ന പ്രോബ്ലത്തിലെല്ലാം നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഈ ഒരു -1 എന്നുള്ള ആൻസർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റെസിഡ്യൂ ഓഫ് ദ ഫംഗ്ഷൻ f of xz equal to sin hx by xz raised to 4. സാധാരണ 3 മാർക്ക് 4 മാർക്ക് സ്ഥിരം കണ്ടുവരുന്ന ക്വസ്റ്റൻ ആണ്. ഇത്രയല്ലേ ഒരു 3-4 ക്വസ്റ്റൻ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കാരണം ചെറിയ മാർക്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന മാർക്കാണ്. സോ അപ്പൊ ഈസി ആയിട്ട് കിട്ടുന്ന പ്രോബ്ലം ആണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ഞാൻ പഠിപ്പിച്ച 4ാമത്തെ ടൈപ്പ്, അതായത് sin hx, cos hx, e raised to xz. അപ്പൊ അതൊക്കെ വരുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. സ്റ്റാൻഡേർഡ് ടൈലർ സീരീസ് വെച്ച് എക്സ്പാൻഡ് ചെയ്തതിനു ശേഷം ആ എക്സ്പാൻഷനിലെ 1/xz ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും നമ്മുടെ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഞാൻ 4th ആയിട്ട് പഠിപ്പിച്ച ഇക്വേഷൻ, ദ കോഎഫിഷ്യന്റ് ഓഫ് 1/xz ആണ് റെസിഡ്യൂ എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് sin hx ന്റെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് പോവാം. f of xz is equal to sin hx. sin hx ന്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു, xz plus sin hx എന്ന് പറയുമ്പോൾ xz plus xz cube divided by 3 factorial plus xz raised to 5 divided by 5 factorial plus etc. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഓഡ് പവറിലാണ് പോകുന്നത്. ഡിവൈഡഡ് ബൈ എന്താണ്, xz raised to 4. സ്പ്ലിറ്റ് ചെയ്യുക ഓരോ ടേമിലോട്ടും. xz by xz raised to 4 എന്ത് വരും, 1/xz cube plus xz cube by xz raised to 4 അല്ലെ, എന്താ വരുന്നത് 1/3 factorial into xz എന്ന് വരും അല്ലെ. 1/3 factorial മാറ്റി നിർത്തിയാൽ xz cube by xz raised to 4 1/xz എന്ന് വരും. പ്ലസ് xz raised to 5/xz raised to 4 xz by 5 factorial എന്ന് വരും. പ്ലസ് എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 1/xz ന്റെ കോഎഫിഷ്യന്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ. സോ റെസിഡ്യൂ is equal to coefficient of 1/xz എന്താണ് 1/3 factorial. 1/xz ന്റെ കോഎഫിഷ്യന്റ് 1/3 factorial അല്ലേ. this is equal to 1/3 factorial എന്താണ് 3 into 2 into 1 this is equal to 1/6. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സാറിന് എക്സാമിന് കണ്ടുവരുന്ന ക്വസ്റ്റൻ ആണ്, നല്ലൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ.
ഇതുപോലെ എക്സ്പാൻഡ് ചെയ്തിട്ട് 1/z കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ചാൽ അത് എന്തായിക്കോളും, റെസിഡ്യൂ ആയിക്കോളും. ഇതേ ടൈപ്പിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ. ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അടുത്ത ക്വസ്റ്റ്യൻ. Find the residue of the function f of x equal to 1 minus e raised to 2x by x raised to 4 at x equal to 0. സാധാരണ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ x is equal to 0 is a pole of order 4 ആണ്. അപ്പോൾ നമുക്ക് n ന് order 4 ആണ്. അപ്പോൾ നമുക്ക് d raised to n minus 1 by dx raised to n minus 1 ൽ d cube by dx cube ഒക്കെ വരും. തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ഒക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ അത് നല്ല സ്റ്റെപ്പ് കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് e raised to x നെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒന്ന് ഫ്രാക്ഷൻ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1/z കോഎഫിഷ്യന്റ് നമുക്ക് ഡയറക്റ്റ് റെസിഡ്യൂ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് ഒന്ന് അപ്രോച്ച് ചെയ്യാൻ നോക്കാമെന്ന് വെച്ചത്. സോ അപ്പൊ e raised to 2x. അപ്പൊ നമുക്കറിയാം e raised to x ന്റെ സ്റ്റാൻഡേർഡ് എക്സ്പാൻഷൻ എന്താണ്? e raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 plus xz square by 2 factorial plus xz cube divided by 3 factorial plus etc. ആണ് പോകുന്നത് അല്ലേ? e raised to 2x വരുമ്പോഴത്തേക്കും എന്ത് വരും? ഇവിടെ xz മാറി 2x ആയി. അപ്പൊ ആൻസർ എല്ലാം xz മാറി എന്താവും? 2x. 1 plus xz മാറി 2x ആവും അല്ലേ? 2x plus 2x ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രാ ആവും അല്ലേ? സോ നമ്മുടെ ആൻസർ എങ്ങനെ വരും? f of x equal to 1 minus e raised to 2x ന് പകരം നമ്മൾ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? 1 plus 2x plus 2x ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രാ ഡിവൈഡഡ് ബൈ എന്ത് കിടപ്പുണ്ട്? z raised to 4 കിടപ്പുണ്ട്. ദി ഹോൾ ഡിവൈഡഡ് ബൈ z raised to 4 കിടപ്പുണ്ട്. ന്യൂമറേറ്റർ ഒന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1 മൈനസ് ഇൻറ്റു 1 മൈനസ് 1 മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 2x മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് 2x സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ മൈനസ് എക്സെട്രാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഹോൾ ഡിവൈഡഡ് ബൈ എന്തുണ്ട്? z raised to 4 ഉണ്ട്. സോ അവിടെ പ്ലസ് 1 മൈനസ് 1 കട്ടായി പോകും. ബാക്കി ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. മൈനസ് 2x ഡിവൈഡഡ് ബൈ മൈനസ് 2x ഡിവൈഡഡ് ബൈ z raised to 4 മൈനസ് 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ഒരു ടൈം കൂടെ എഴുതാം. നെക്സ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് x ന് പകരം 2x ആവും അല്ലേ? 2x ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രാ പോകും. ഇവിടെ മൈനസ് 2x ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ മൈനസ് എക്സെട്രാ പോകും. സോ 2 സ്ക്വയർ എന്താണ്? 4 z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ബൈ എന്ത് കയറി വരുന്നുണ്ട്? ബൈ ഒരു z raised to 4 കൂടെ കയറി വരുന്നുണ്ട്. മൈനസ് ഇവിടെ 2 ക്യൂബ് 8 ആണ്. z ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ബൈ ഇവിടുന്ന് ഒരു ബൈ z raised to 4 കൂടെ കയറി വരുന്നുണ്ട്. മൈനസ് എക്സെട്രാ. ഇത് ചിലർക്കൊക്കെ ഒന്ന് കൺഫ്യൂഷൻ ആയി കാണും. ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇത് രണ്ട് കട്ടായി പോകുന്നവരെ ആർക്കും സംശയം വരാൻ ചാൻസ് ഇല്ല. ബാക്കി മൈനസ് 2x സ്പ്ലിറ്റ് ചെയ്യുക. ഓരോ ടേമിലോട്ടും z raised to 4 ഞാൻ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. മൈനസ് 2x ബൈ z raised to 4. ആദ്യത്തെ സ്പ്ലിറ്റിംഗ് ആർക്കും സംശയമില്ല. ബാക്കി മൈനസ് മൈനസ് 2 സ്ക്വയർ 4 ആണ്. 4 എഴുതി. z ന്റെ സ്ക്വയർ z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ആരും കൂടെ കയറി പോകും. ഒരു z raised to 4 കൂടെ കയറി വരും താഴോട്ട്. കാരണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണല്ലോ, ഡിവൈഡ് ചെയ്യുമല്ലേ. മൈനസ് 2 ന്റെ ക്യൂബ് 2 ക്യൂബ് 8 മൈനസ് z ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. ഒരു z raised to 4 കൂടെ താഴോട്ട് കയറി വരും. കാരണം ഹോൾ ബൈ z raised to 4 ആണ്. ഓരോ ടേമിലോട്ടും നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/x ന്റെ കോഎഫിഷ്യന്റ് കിട്ടിയാൽ മതി. നമുക്ക് എല്ലാം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കണമെന്നൊന്നും നിർബന്ധമില്ല. വി ഹാവ് ടു ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് 1/z. അപ്പോൾ ഇവിടെ നിന്നല്ലേ നമുക്ക് കിട്ടുന്നത്? x ക്യൂബും raised to 4 കൂടെ കട്ടായാൽ ബാക്കി നമുക്ക് എന്ത് കിട്ടും? 1/x അല്ലേ വരുന്നത്. ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം. x ക്യൂബും raised to 4 കൂടെ കട്ടായാൽ ബാക്കി 1/x വരും അല്ലേ? സോ raised to 4 അല്ലേ ഇവിടെ? ആ x ക്യൂബും അതുകൂടെ കട്ടായി പോയി. x ക്യൂബും raised to 4 കൂടെ കട്ടായാൽ ബാക്കി 1/x ന്റെ കോഎഫിഷ്യന്റ് എന്താണ്? മൈനസ് 8/3 ഫാക്ടോറിയൽ. ഇവിടെ കട്ട് ചെയ്താൽ നമുക്ക് ബൈ x ക്യൂബ് ആണ് വരുന്നത്. ഇവിടെ കട്ട് ചെയ്താൽ z സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ 1/z ന്റെ കോഎഫിഷ്യന്റ് കിട്ടുന്നത് എന്താണ്? മൈനസ് 8/3 ഫാക്ടോറിയൽ. സോ റെസിഡ്യൂ is equal to coefficient of 1/z is equal to coefficient of 1/z എന്താണ്? മൈനസ് 8/3 ഫാക്ടോറിയൽ is equal to മൈനസ് 8/3 ഫാക്ടോറിയൽ എന്താണ്? 3 into 2 into 1 അല്ലേ? 2ഉം 8ഉം കട്ട് ചെയ്താൽ എന്താണ്? 4. ആൻസർ എന്ത് കിട്ടി? മൈനസ് 4/3. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? മൈനസ് 4/3 ആണ് നമുക്ക് കിട്ടുന്ന റെസിഡ്യൂ എന്ന് പറയുന്നത്. നല്ല ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ ഇതിന്റെ ഒരു ബേസിക് ടൈപ്പ് റെസിഡ്യൂ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ എന്തിലേക്ക് കയറാം? കോഷീസ് റെസിഡ്യൂ തിയറം CRT-യിലേക്ക് കയറാം. വെരി വെരി ഇമ്പോർട്ടന്റ്. അവിടെ നിന്ന് ഒരു പ്രോബ്ലം എക്സാമിന് 100% ഷുവർ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ cos by x square by x minus 1 into x minus 2 dx where c is mod x is equal to 3. സോ ഇന്റഗ്രേഷൻ ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോഷീസ് റെസിഡ്യൂ തിയറം CRT. കോഷീസ് റെസിഡ്യൂ തിയറം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആ തിയറം എന്താണെന്ന് പഠിക്കാം. സോ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല നിങ്ങൾക്ക് അറിയാം. അതിന്റെ ജസ്റ്റ് ചെറിയ ഒരു മോഡിഫിക്കേഷൻ. കോഷീസ് റെസിഡ്യൂ തിയറം എന്ന് പറയുന്നത്
integral over the region CF of x dx is equal to 2 pi I into sum of residues. Sum of residues RESIDUES inside C. Sum of residues inside C. അത് വിട്ടുപോകരുത്. സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് എവിടെ ആയിരിക്കണം? സി. അതായത് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന റീജിയൻ പറയല്ലോ, ആ റീജിയന്റെ ഉള്ളിലുള്ള റെസിഡ്യൂ മാത്രം എടുത്താൽ മതി. പുറത്തുള്ള റെസിഡ്യൂ ആണെങ്കിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ കോച്ചീസ് ഇന്റഗ്രൽ ഫോർമുലക്കകത്ത് നമ്മൾ പഠിച്ചായിരുന്നു, നമ്മുടെ ആ ഒരു സിംഗുലർ പോയിന്റ് നമ്മുടെ പറയുന്ന റീജിയന്റെ ഉള്ളിലാണെങ്കിൽ മാത്രം നമ്മൾ അതിനനുസരിച്ച് കണ്ടുപിടിച്ചാൽ മതി. പുറത്താണെങ്കിൽ പുറത്തുള്ളതിന്റെ ആൻസർ ഡയറക്ട്ലി 0 ആണ്. രണ്ടും ഒരുമിച്ച് വരുവാണെങ്കിൽ പുറത്തുള്ള ആളെ ഫംഗ്ഷന്റെ കൂടെ മേളിലോട്ട് കയറ്റിവിടും. എന്നിട്ട് നമുക്ക് ആ മൊത്തം മേളിലോട്ട് കയറ്റി വിട്ട ആളും കൂടെ ചേർന്നിട്ടാണ് അവിടെ എഫ് ഓഫ് എക്സ് ഉണ്ടാകുന്നത്. താഴെ എക്സ് മൈനസ് എ, അവിടെ 2 pi I into f of a ആണ് നമ്മുടെ ആൻസർ. സോ അപ്പൊ നമുക്ക് സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് സി മാത്രം മതി. നമുക്ക് പ്രോബ്ലം സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. റെസിഡ്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ ഫസ്റ്റ് നമുക്ക് റീജിയൻ പറയുന്നുണ്ടല്ലേ, മോഡ് എക്സ് ഈക്വൽ ടു 3. ഇനിയിപ്പോ നിങ്ങൾക്ക് പെട്ടെന്ന് വരച്ചു പോകാം. മോഡ് എക്സ് ഈക്വൽ ടു 3 is a circle centered at origin and radius 3 അല്ലെ? സിമ്പിൾ അല്ലേ? മോഡ് എക്സ് ഈക്വൽ ടു 3 is a circle centered at origin and radius 3. നിങ്ങൾക്ക് തൊട്ട് മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ടവർക്ക് ഈസി ആണ്. മോഡുലസ് ഓഫ് x മൈനസ് a ഈക്വൽ ടു r ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ x മൈനസ് 0 ഈക്വൽ ടു r, സെന്റർഡ് അറ്റ് ഒറിജിൻ, റേഡിയസ് എന്ന് പറയുന്നത് സിംപ്ലി 3 ആണ്. സോ നെക്സ്റ്റ് എന്താണ് പിടിച്ച് നോക്കാം. സിംഗുലാർ പോയിന്റ്സ് x മൈനസ് 1 into x മൈനസ് 2 ഈക്വൽ ടു 0. അവിടെ x is equal to 1 കിട്ടും, x is equal to 2 കിട്ടും. 1 ഇൻസൈഡ് ആണ്, 2 ഇൻസൈഡ് ആണ്. നമുക്ക് 3 വരെ പോകുന്നുണ്ടല്ലോ, അപ്പൊ 1 2 ഇൻസൈഡ് ആണ്. അപ്പൊ രണ്ട് പോയിന്റ്സും ഇൻസൈഡ് ആണ്. ക്ലിയർലി രണ്ട് പോയിന്റ്സ് എവിടെയാണ്? ഇൻസൈഡ് ആണ്. അപ്പൊ ഇൻസൈഡ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? നമുക്ക് രണ്ടിന്റെ റെസിഡ്യൂ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അതിനുശേഷം കോഷ്യസ് റെസിഡ്യൂ തിയറം വെച്ചിട്ട് നമുക്ക് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? സോ അപ്പൊ ഫസ്റ്റിലത്തെ റെസിഡ്യൂ നമുക്ക് കണ്ടുപിടിക്കാം. റെസിഡ്യൂ ഓഫ് f of x at x is equal to 1 is equal to നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഡിനോമിനേറ്റർ എക്സ്പാൻഡഡ് ഫോമിലാണെങ്കിൽ നമുക്ക് തേർഡ് ഇക്വേഷൻ, ഫാക്ടറൈസ്ഡ് ആണെങ്കിൽ ഏറ്റവും എളുപ്പം ഫസ്റ്റ് ഇക്വേഷൻ. ഫാക്ടറൈസ്ഡ് ആയിട്ടല്ലേ കിടക്കുന്നത്, അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഏറ്റവും എളുപ്പം. ലിമിറ്റ് x tends to 1 x മൈനസ് a എന്ന് പറയുന്നത് 1 ആണ് into f of x cos pi x സ്ക്വയർ ഡിവൈഡഡ് ബൈ x മൈനസ് 1 into x മൈനസ് 2 x മൈനസ് 1 x മൈനസ് 1 എന്തായി പോയി? കട്ടായി പോയി. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? cos pi into 1 സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? cos pi തന്നെയാണ് ബൈ 1 മൈനസ് 2. x ന് പകരം 1 കൊടുക്കാം. 1 മൈനസ് 2 is equal to, നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറെ പ്രോബ്ലത്തിൽ നമുക്ക് കയറി വന്നിട്ടുള്ളതാണ്. cos n pi എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 1 raised to n ആണ്. cos 1 pi എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് 1 raised to 1. ആൻസർ എന്താണ്? മൈനസ് 1. cos 1 pi എന്ന് പറയുന്നത് cos pi, so the answer is minus 1. 1 minus 2 minus 1, minus 1 by minus 1, ആൻസർ എന്താണ്? പ്ലസ് 1. നെക്സ്റ്റ് രണ്ടിലെ പോയിന്റ് രണ്ടിടത്തെ കണ്ടുപിടിക്കണം. സപ്പോസ് ഈ 2 പുറത്തായിരുന്നെങ്കിൽ, 2 എന്നുള്ളത് നമ്മുടെ റീജിയന്റെ പുറത്തായിരുന്നെങ്കിൽ അതിന്റെ റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്കില്ല. കാരണം ഇൻസൈഡ് സി ഉള്ളവരുടെ റെസിഡ്യൂ മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. നെക്സ്റ്റ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് x at x is equal to 2 നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ലിമിറ്റ് x tends to 1 എന്നുള്ളത് എന്താവും? x tends to 2 ആവും. x മൈനസ് a എന്നുള്ളത് x മൈനസ് 2 ആവും. കാരണം a എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ഇൻറ്റു എഫ് ഓഫ് x എന്താണ്? cos pi x സ്ക്വയർ ഡിവൈഡഡ് ബൈ x മൈനസ് 1 ഇൻറ്റു x മൈനസ് 2 x മൈനസ് 2 x മൈനസ് 2 ക്യാൻസൽ. So this is equal to apply ചെയ്യുമ്പോൾ cos pi into 2 square. 2 square എന്താണ്? 4. cos 4 pi divided by x minus 1 എന്ന് പറയുന്നത് എന്തായാലും 2 minus 1. 2 minus 1 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. So cos 4 pi, cos n pi നമ്മുടെ കയ്യിലുണ്ട്, minus 1 raised to n. അപ്പോൾ cos 4 pi എന്ത് വരും? minus 1 raised to 4. minus 1 raised to 4. minus 1 ന്റെ പവറിൽ ഈവൻ നമ്പർ ആണ് വരുന്നതെങ്കിൽ ആൻസർ പ്ലസ് 1. minus 1 ന്റെ പവറിൽ ഓഡ് നമ്പർ ആണ് വരുന്നതെങ്കിൽ ആൻസർ minus 1. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. Here minus 1 ന്റെ പവറിൽ ഈവൻ നമ്പർ ആണ് വന്നത്, so the answer is plus 1. So cos 4 pi 1 ആണ്, 2 minus 1 1 ആണ്, 1 by 1 എന്താണ്? 1. So the answer is 1. So ഇത്രയും ക്ലിയർ ആയല്ലോ. രണ്ട് റെസിഡ്യൂസും ആയിട്ടുണ്ട്. ഇനി ഇപ്പൊ പെട്ടെന്ന് 2 pi നമ്മുടെ ആൻസറിലേക്ക് വരുവാണ്. ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ c f of x is equal to 2 pi i into എന്താണ്? സം ഓഫ് റെസിഡ്യൂസ്. 2 pi i into സം ഓഫ് റെസിഡ്യൂസ്. ആദ്യത്തെ റെസിഡ്യൂ എന്ത് കിട്ടി? ആൻസർ 1 പ്ലസ് രണ്ടാമത്തെ റെസിഡ്യൂ ആൻസർ എന്ത് കിട്ടി? 1. So 1 plus 1 എന്താണ്? 2. So answer is 2 pi I into 2. ആൻസർ എന്ത് കിട്ടും? 4 pi I. 2 into 2 4 ആണ്, 4 pi I. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ അല്ലേ? സോ നമുക്ക് ആ റെസിഡ്യൂ കണ്ടുപിടിക്കാൻ ഓൾറെഡി നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പഠിക്കാം. വെരി വെരി സിമ്പിൾ ആണ്.
2πi into sum of residues inside C വിട്ടുപോകരുത്. നമുക്ക് അകത്തുള്ളവരെ മാത്രം റെസിഡ്യൂവിന്റെ കൂട്ടത്തിൽ കൺസിഡർ ചെയ്താൽ മതി. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. സോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് ഇന്റഗ്രൽ e raised to xz by sin xz dx where c is mod xz is equal to 1. നമുക്ക് c എന്നുള്ള റീജിയൻ തന്നിട്ടുണ്ട്. യൂണിറ്റ് സർക്കിൾ ആണ്. mod xz equal to 1 യൂണിറ്റ് സർക്കിൾ ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ f of x എന്ന് പറയുന്നത് എന്താണ്? ഹിയർ f of x എന്ന് പറയുന്നത് എന്താണ്? e raised to xz divided by sin xz ആണ്. നെക്സ്റ്റ് സിംഗുലാർ പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഡിനോമിനേറ്റർ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. sin xz equal to 0. ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് രണ്ട് പോയിന്റ്സ് നേരത്തെ മെൻഷൻ ചെയ്തായിരുന്നു. വെരി വെരി ഇമ്പോർട്ടന്റ്. sin xz equal to 0 ആണെങ്കിൽ രണ്ടും ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. sin xz equal to 0 ആണെങ്കിൽ xz is equal to എന്താണ്? n pi ആണ്. അവിടെ n എലമെന്റ് ഓഫ് ഇന്റിജേഴ്സ് ആണ്. then cos xz is equal to 0 ആണെങ്കിൽ xz is equal to എന്താണ്? 2n plus 1 into pi by 2 ആണ്. അവിടെയും n എലമെന്റ് ഓഫ് ഇന്റിജേഴ്സ് ആണ്. ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഹിയർ sin xz equal to 0 ആണ് വന്നത്. അവിടെ xz ന്റെ വാല്യൂ എന്താ നമുക്ക് വരേണ്ടത്? n pi. സോ xz is equal to എന്താണ്? n pi. n എന്ന് പറയുന്നത് 0 1 2 3 -1 -2 -3 അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ്, ഇന്റിജേഴ്സ്. വേർ c is mod xz equal to 1. നമുക്ക് റീജിയൻ തന്നിട്ടുണ്ട്. mod xz equal to 1. നമുക്കറിയാം mod xz equal to 1 എന്ന് പറയുന്നത് എന്താണ്? യൂണിറ്റ് സർക്കിൾ ആണ് അല്ലേ? സെന്റേർഡ് അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 1. സെന്റേർഡ് അപ്പൊ 1 0, ഇവിടെ -1 0 വരും. സോ ഇതിന്റെ ഉള്ളിലാണോ നമുക്ക് xz is equal to n pi ആണ് അല്ലെ? xz equal to n pi. സോ നമ്മൾ n ന് പകരം 0 കൊടുക്കുമ്പോൾ എന്ത് വരും? n is equal to 0 കൊടുക്കുമ്പോൾ xz is equal to എന്ത് വരും? 0 ഇൻസൈഡ് ആണ്. xz equal to 0 ഇൻസൈഡ് ആണ്. സോ n ന് പകരം 1 കൊടുക്കുമ്പോഴത്തേക്കിനും xz equal to എന്ത് വരും? 1 into pi. pi എന്ന് പറയുന്നത് എത്ര? 3.14 ആണ്. അപ്പോൾ 1 നേക്കാൾ 3.14 ഏകദേശം പുറത്തായിട്ടാണ് വരുന്നത് അല്ലേ? 1 നേക്കാൾ വലുതാണ്. 1 ഉം 2 ഉം കഴിഞ്ഞാണല്ലോ 3 വരുന്നത്. സോ n is equal to -1 കൊടുക്കുമ്പോൾ ആൻസർ എന്താ വരുന്നത്? xz equal to -1 into pi -pi -3.14 അത് പുറത്തായിട്ടാണ് വരുന്നത് അല്ലേ? -2 കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ ഇൻസൈഡ് വരുന്നത് ആര് മാത്രമേ ഉള്ളൂ? xz is equal to 0. n is equal to 0 ആകുമ്പോൾ xz is equal to 0. അപ്പൊ ഇയാൾ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, ഇൻസൈഡ് വരുന്നുള്ളൂ അല്ലെ? ഇൻസൈഡ് c എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. സോ അപ്പൊ നമുക്ക് ഈ പോയിന്റിൽ മാത്രം നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സിംഗുലാർ പോയിന്റ്, സോറി, ഈ പോയിന്റിൽ മാത്രം നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? റെസിഡ്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ റെസിഡ്യൂ ഓഫ് f of xz at xz is equal to എന്ത് മാത്രം ചെയ്താൽ മതി? 0 മാത്രം നമുക്ക് ചെയ്താൽ മതി. ദിസ് ഈസ് ഈക്വൽ ടു ഏത് ഫോർമുല യൂസ് ചെയ്യാം? നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുന്ന ഫോർമുല യൂസ് ചെയ്യാം. ഇപ്പൊ ന്യൂമറേറ്റർ ഞാൻ അതേപോലെ തന്നെ ഇട്ടു, e raised to xz. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. sin xz ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos xz. അറ്റ് നമ്മൾ xz is equal to എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? e raised to xz ന് പകരം 0 ഡിവൈഡഡ് ബൈ cos xz ന് പകരം എന്താണ്? 0. e raised to 0 1 ആണ്, cos 0 1 ആണ്. 1 by 1 എന്താണ്? 1. സോ ദി ആൻസർ ഈസ് 1. അത് എന്തറിയാലോ? cos 0 എന്ന് പറയുന്നത് 1 ആണ്. അത് നമ്മൾ കൊച്ചിലോട്ട് പഠിക്കും. കൊച്ചിലല്ല, +1 +2 കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന കാര്യമാണ് cos 0 1 ആണെന്നുള്ള കാര്യം. sin 0 0യും cos 0 1 ഉം, sin 90 1 ഉം cos 90 0യും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ e raised to 0 1 ആണ്, cos 0 1 ആണ്. 1 by 1 ആൻസർ 1 കിട്ടി. സോ അപ്പോൾ നമുക്ക് ഒറ്റ റെസിഡ്യൂ ഉള്ളൂ, അതിന്റെ ആൻസർ 1 കിട്ടി. അക്കോർഡിംഗ് ടു കോഷീസ് റെസിഡ്യൂ തിയറം, CRT അനുസരിച്ച് നമ്മുടെ ഇന്റഗ്രലിന്റെ ആൻസർ ഇന്റഗ്രൽ e raised to xz by sin xz dx എന്ന് പറയുന്നത് ഇന്റഗ്രൽ e raised to xz divided by sin xz dx is equal to 2pi I into sum of residues. 2pi I into sum of residues. നമുക്ക് ഒറ്റ റെസിഡ്യൂ ഉള്ളൂ, 2pi I into റെസിഡ്യൂ മാത്രം. 2pi I into എന്താണ്? 1. 2pi I into 1 എന്ത് തന്നെയാണ്? 2pi I തന്നെയാണ്. സോ ആൻസർ ഈസ് 2pi I. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ഒക്കെ എപ്പോഴും എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ലോജിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ ആണ് കേട്ടോ. ഇന്റഗ്രൽ cos pi xz by xz square minus 1 where dx where c is a rectangle with vertices 2 plus or minus I -2 plus or minus I. ഇപ്പൊ നമ്മുടെ വെർട്ടിസസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 plus or minus I -2 plus or minus I. അപ്പൊ നമുക്ക് ഓരോരുത്തരെ സെപ്പറേറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ആദ്യം എന്താണ്? 2 plus I ഒരെണ്ണമുണ്ട്, 2 minus I ഒരെണ്ണമുണ്ട്, -2 plus I ഉണ്ട്, -2 minus I ഉണ്ട്. ഒരു a plus ib ഫോർമുല ആണെങ്കിൽ അതിന്റെ ആർജൻ പ്ലെയിൻ റെപ്രസെന്റേഷൻ ഞാൻ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് a plus ib ഫോർമാറ്റിലാണെങ്കിൽ a, b ആണ് അതിന്റെ കോർഡിനേറ്റ്സ്. അപ്പൊ ഇവിടുത്തെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ഒക്കെ നമുക്ക് എഴുതി പോകാം. 2 1 വരും, ഇവിടെ 2 -1 വരും, -2 1 വരും, -2 -1 വരും അല്ലെ? കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ്സ് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. xy പ്ലെയിനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. 2 1 എന്ന് പറയുമ്പോൾ ഇവിടെ വരും x ആക്സിസിൽ നിന്ന് 2, y ആക്സിസിൽ നിന്ന് 1, ഏകദേശം ഇവിടെ വരും 2 1. 2 -1 എന്ന് പറയുമ്പോൾ x ആക്സിസിൽ നിന്ന് 2, y ആക്സിസിൽ നിന്ന് -1, ഏകദേശം ഇവിടെ വരും 2 -1. നെക്സ്റ്റ് -2 1 എന്ന് പറയുമ്പോൾ x ആക്സിസിൽ നിന്ന് -2, y ആക്സിസിൽ നിന്ന് 1, ഏകദേശം ഇവിടെ വരും -2 1.
നെക്സ്റ്റ് -2 -1 എന്ന് പറയുമ്പോൾ x ആക്സിസ് -2 y ആക്സിസ് -1 ഏകദേശം ഇവിടെ വരും -2 -1. സോ ഇനി ഇത് നാലോടെ ജോയിൻ ചെയ്ത് എന്ത് ഫോം ചെയ്യാം? റെക്ടാംഗിൾ ഫോം ചെയ്യാം. ഇത് കണ്ടിട്ട് ഒരു സ്ക്വയർ പോലുണ്ട്, കറക്റ്റ് മെഷർമെന്റ് ഒന്നും അല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും റെക്ടാംഗിൾ ആണ് കേട്ടോ സംഭവം. അപ്പൊ നമ്മൾ അങ്ങനെ റെക്ടാംഗിൾ ഫോം ചെയ്തിട്ടു. റഫ് ഫിഗർ മതി നമുക്ക് എക്സാമിന്. സോ ഇനി നെക്സ്റ്റ് സിംഗുലാർ പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ. സിംഗുലാർ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ z² -1 = 0, അവിടുന്ന് z² = 1, അവിടുന്ന് z √1. സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്? +or-1. സോ അതായത് +1 ഉണ്ട് -1 ഉണ്ട്. സോ z = 1 ഉണ്ട് -1 ഉണ്ട്. സോ 1 ഇൻസൈഡ് ആണ്, കാരണം നമുക്ക് ഇവിടെ 2 വരെ വരുന്നുണ്ടല്ലോ. അപ്പൊ 1 ഇൻസൈഡ് ആണ്, -1 ഇൻസൈഡ് ആണ്, കാരണം ഇവിടെ -2 വരെ വരുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് രണ്ട് ആൻസറുകളും ഇൻസൈഡ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇൻസൈഡ് ആകുമ്പോൾ നമുക്ക് രണ്ടുപേരുടെ റെസിഡ്യൂ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുന്നത്. സോ അപ്പൊ റെസിഡ്യൂ ഓഫ് f(x) at x = എന്താണ്? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഡിനോമിനേറ്റർ ഫാക്ടറൈസ്ഡ് അല്ല. ഫാക്ടറൈസ്ഡ് അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ഏതാണ്? തേർഡ് ഇക്വേഷൻ എന്താണ്? ന്യൂമറേറ്റർ അതേപോലെ തന്നെ ഇടുക. cos πx, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. z² ഡെറിവേറ്റീവ് എന്താണ്? 2x. 1 ന്റെ 0 ആണ്. at x = എന്താണ്? 1. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. cos πx, x ന് പകരം 1. അപ്പൊ cos π / 2x, 2 × 1 this is equal to cos π. നമ്മൾ നേരത്തെ പഠിച്ചു, ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും വരുന്നതാണ്. -1/n cos 1π എന്ന് പറയുമ്പോൾ എന്ത് വരും? -1/1 -1 തന്നെ വരും. സോ cos π എന്താണ്? -1. 2 × 1 എന്താണ്? 2. സോ ദ ആൻസർ ഈസ് -1/2. നെക്സ്റ്റ് റെസിഡ്യൂ ഓഫ് f(x) at x = എന്ത് കണ്ടുപിടിക്കണം? -1. at x = -1 is equal to സെയിം സംഭവം തന്നെ. ന്യൂമറേറ്റർ അതേപോലെ തന്നെ cos πx, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. z² ഡെറിവേറ്റീവ് എന്താണ്? 2x. നമ്മൾ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x = -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. at x = -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? cos of π × -1 എന്ന് പറയുമ്പോൾ cos -π എന്ന് വരും, ഡിവൈഡഡ് ബൈ 2 × x ന്റെ പകരം എന്താണ്? -1. cos of -π, cos of -x, കോസിനകത്ത് മൈനസ് വന്നാൽ അത് പോസിറ്റീവ് ആയിട്ട് മാറും. ആൻസർ എന്താണ്? cos π ഡിവൈഡഡ് ബൈ 2 × -1 എന്താണ്? -2. cos π നമ്മൾ നേരത്തെ പഠിച്ചു. cos π -1 ഡിവൈഡഡ് ബൈ എന്താണ്? -2. മൈനസ് കട്ടായ ആൻസർ എന്ത് കിട്ടും? 1/2. സോ ആദ്യത്തെ റെസിഡ്യൂ -1/2, രണ്ടാമത്തെ റെസിഡ്യൂ 1/2. സോ അക്കോർഡിംഗ് ടു കോഷീസ് റെസിഡ്യൂ തിയറം നമ്മുടെ ഇന്റഗ്രലിന്റെ ആൻസർ ഇന്റഗ്രൽ cos πx ഡിവൈഡഡ് ബൈ x² -1 dx = 2πi × sum of residues. ആദ്യത്തെ റെസിഡ്യൂ -1/2, അടുത്ത റെസിഡ്യൂ 1/2. കട്ടായാൽ ആൻസർ 0 ആവും. 2πi × 0, ആൻസർ എന്താണ്? 0. സോ നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 0. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. നന്നായിട്ട് ചെയ്ത് പഠിക്കുക, ലോജിക്ക് മനസ്സിലാക്കിയ ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇന്റഗ്രൽ sin² x by x - π/6³ dx where c is mod x = 1. One of the most repeated problem. So first of all, mod x = 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരച്ചിടാവുന്നേ ഉള്ളൂ. യൂണിറ്റ് സർക്കിൾ ആണ്, സെന്റേർഡ് അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 1. സോ ഇനി ഫസ്റ്റ് ഓഫ് ഓൾ എന്താ കണ്ടുപിടിച്ച് നോക്കാം? സിംഗുലാർ പോയിന്റ് കണ്ടുപിടിച്ച് നോക്കാം. സിംഗുലാർ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? x - π/6³ = എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സിംഗുലാർ പോയിന്റ്സ്. നെക്സ്റ്റ് ഇപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടുന്നത്? x = π/6 മൂന്ന് പ്രാവശ്യം കിട്ടും അല്ലെ, കാരണം റൈസ് ടു ക്യൂബ് ഉള്ളപ്പോൾ നമ്മുടെ ആൻസർ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. സോ x = π/6 is a pole of order 3. 3 പ്രാവശ്യം ഉള്ളതുകൊണ്ട് pole of order 3. x = π/6 is a pole of order 3. pole of order 3. pole of order എന്താണ്? 3. ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോളൊക്കെ നിങ്ങൾ പല സബ്ജക്റ്റുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇപ്പൊ കൺട്രോൾ സിസ്റ്റത്തിൽ, അഡ്വാൻസ്ഡ് കൺട്രോൾ തിയറിയിൽ പോൾസും സീറോസും ഒരു സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പോൾസ് ആൻഡ് സീറോസ് കൺസെപ്റ്റ് ഒക്കെ ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോ x = π/6 is a pole of order 3. ഓർഡർ 3 ഉള്ള പോൾ ആണ് x = എന്തെന്ന് പറയുന്നത്? π/6. സോ ഇനിയിപ്പോ നമുക്ക് π/6 3.14/6 100% ഇൻസൈഡ് ആയിരിക്കും. 6 കൊണ്ട് ഹരിക്കുമ്പോഴത്തേക്കും 3.14നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായാലും 1നേക്കാൾ ചെറുതാണ്. അപ്പൊ ഇൻസൈഡ് ആണ് 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റി. സോ അപ്പൊ നമുക്ക് ഇതിന്റെ റെസിഡ്യൂ 0 അല്ല, റെസിഡ്യൂ നോൺ 0 ആണ്. നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്തേ പറ്റുള്ളൂ. സോ അപ്പൊ നമ്മുടെ ഓർഡർ കൂടുതലാണെങ്കിൽ സെക്കൻഡ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതിലെ 4 ഫോർമുലാസിലെ സെക്കൻഡ് ഫോർമുല എന്തായാലും സെക്കൻഡ് ഫോർമുല റെസിഡ്യൂ ഓഫ് f(x) at x = a is equal to 1/n-1 factorial into limit x tends to a d raised to n-1 by
dx raised to n minus 1 into x minus a raised to n into f of x. So residue of f of x at x is equal to ഇവിടെ എന്താണ് pi by 6 ആണ് അല്ലേ. This is equal to 1 by n minus 1 factorial. n എന്ന് പറയുന്നത് ഓർഡർ എന്താണ് 3. അപ്പോൾ 1 by 3 minus 1 factorial 2 factorial limit x tends to a എന്ന് പറയുന്നത് എന്താണ് ഇവിടെ pi by 6 ആണ്. d raised to n minus 1 3 minus 1 2 by dx raised to 3 minus 1 2 x minus a എന്ന് പറയുന്നത് pi by 6 raised to n എന്ന് പറയുന്നത് 3 into f of x എന്ന് പറയുന്നത് sin square x divided by x minus pi by 6 ന്റെ cube. So x minus pi by 6 cube, x minus pi by 6 cube എന്തായി പോയി ക്ലിയർ ആയിട്ട് കട്ടായി പോയി. So this is equal to 1 by 2 factorial എന്താണ് 2 തന്നെയാണ്. limit x tends to pi by 6 d square by dx square of ബാക്കി എന്തുണ്ട് sin square x. സോ ഇതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് d square by dx square of sin square x. അപ്പോൾ അത് നമുക്ക് സൈഡിലോട്ട് പോയി കണ്ടുപിടിക്കാം. ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്, അതായത് sin square x ന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. നമുക്ക് ആദ്യം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം, അതായത് d by dx of sin square x കണ്ടുപിടിക്കാം. ആ കിട്ടുന്ന ഉത്തരത്തിനെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് എന്തായിക്കോളും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയിക്കോളും. ആദ്യമേ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയർ ഏറ്റവും ഇനിയാണ് നമുക്ക് ഇവിടൊക്കെ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഏറ്റവും പുറത്ത് കിടക്കുന്നത് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്തോ 2x. അപ്പൊ ആദ്യമേ സ്ക്വയർ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് 2x. അപ്പൊ ഇവിടെ എന്ത് വരും 2 sin x ഇൻറ്റു അതിന്റെ അകത്ത് കിടക്കുന്ന ആരാണ് sin x. sin x ഡെറിവേറ്റീവ് എന്താണ് cos x ഈക്വൽ ടു 2 sin x cos x. അപ്പൊ എഗൈൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാതെ ചെയ്യുന്നത് എങ്ങനെയാണ്? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഏറ്റവും ബേസിക് ആപ്ലിക്കേഷൻ പഠിക്കുന്നില്ലേ, sin 2x എന്ന് പറയുന്നത് എന്താണ് 2 sin x cos x. sin 2x എന്താണ് 2 sin x cos x. അപ്പൊ sin 2x എന്താണ് 2 sin x cos x. അപ്പൊ 2 sin x cos x ന് പകരം എനിക്ക് എന്ത് കൊടുക്കാം sin 2x കൊടുക്കാം. നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. sin 2x equal to 2 sin x cos x ആണ്. ഇപ്പൊ ട്രിഗണോമെട്രിക് sin 2a 2 sin a cos a എപ്പോഴും ബേസിക് ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആണ്. അപ്പൊ sin 2x എന്ന് പറയുന്നത് എന്താണ് 2 sin x cos x. സോ ഇത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ, അതായത് d സ്ക്വയർ ബൈ dx സ്ക്വയർ ആണെങ്കിൽ നമ്മൾ ഇയാളെ എന്ത് ചെയ്യണം ഓഫ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു sin സ്ക്വയർ x ആണെങ്കിൽ നമ്മൾ ഇപ്പൊ കിട്ടിയ ആൻസറിനെ എന്ത് ചെയ്യണം ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇപ്പൊ കിട്ടിയ ആൻസർ എന്തായിരുന്നു sin 2x അല്ലേ. sin 2x നെ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പുറത്ത് കിടക്കുന്ന ആൾ sin, സൈൻ്റെ ഡെറിവേറ്റീവ് എന്താണ് cos 2x ഇൻറ്റു അതിന്റെ അകത്ത് കിടക്കുന്ന ആൾ 2x. 2x ഡെറിവേറ്റീവ് എന്താണ് 2 ആദ്യം എഴുതുമ്പോൾ 2 cos 2x. സോ അപ്പോൾ സിംപ്ലി നമ്മുടെ ആൻസർ എന്താണ് 2 cos 2x ആണ്. d സ്ക്വയർ ബൈ dx സ്ക്വയർ ഓഫ് sin സ്ക്വയർ x എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലിമിറ്റ് x tends to pi by 6 d square by dx square of sin square x എന്താണ് 2 cos 2x. 2 cos 2x. ക്ലിയർ ആയല്ലോ? ഇവിടെ വെച്ച് തന്നെ ഒരു 2ഉം ഈ 2ഉം കൂടെ എന്ത് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. cos 2 ഇൻറ്റു x പകരം നമ്മൾ ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു pi by 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. x പകരം pi by 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇവിടെ 2ഉം 6ഉം കൂടെ കട്ട് ആയാൽ എന്ത് വരും 3. സോ ദ ആൻസർ ഈസ് cos pi by 3. cos pi by 3. pi എന്ന് പറയുന്നത് എത്രയാണ് 180 ആണ്. pi by 3 എന്ന് പറയുമ്പോൾ 60. cos 60 1/2. cos 60 എത്രയാണ് 1/2. സോ ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. റേഡിയൻ മെഷർ ടു ഡിഗ്രി മെഷർ കൺവേർഷൻസ് ഏതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് ഏതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. pi by 4 എന്ന് പറയുന്നത് 45 ആണ്. pi by 6 30 ആണ്. pi by 3 60 ആണ്. pi എന്ന് പറയുന്നത് 180 ആണ്. pi by 2 90 ആണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ 30 60 90 45 45 90 ആംഗിൾസ് റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം ആംഗിൾസ് റിലേറ്റഡ് റേഷ്യോസ് എല്ലാം നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. cos 45 1/√2. 45 എന്ന് പറയുന്നത് pi by 4. അപ്പൊ cos pi by 4 ആണ് 1/√2. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പൊ cos pi by 3 pi എന്ന് പറയുന്നത് 180 180 by 3 60 cos 60 1/2. അതൊക്കെ നമ്മൾ കാണാതെ പെട്ടെന്ന് എടുക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കാൽക്കുലേറ്റർ അടിച്ച് നോക്കുക. ക്ലിയർ ആണല്ലോ? കാൽക്കുലേറ്റർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഡിഗ്രി ആണോ റേഡിയൻ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. സോ cos pi by 3 ആൻസർ എന്ത് കിട്ടി 1/2. സോ ഇനിയിപ്പോൾ വളരെ സിമ്പിൾ അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇസ് ഈക്വൽ ടു 2 pi ഇൻറ്റു ഇനിയിപ്പോൾ ഇതാണ് കേട്ടോ. ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഈക്വൽ ടു 2 pi ഇൻറ്റു സം ഓഫ് റെസിഡ്യൂസ് അല്ലെ. സം ഓഫ് റെസിഡ്യൂസ് നമുക്ക് ഒരൊറ്റ റെസിഡ്യൂ അല്ലേ ഉള്ളൂ 1/2. 2 കട്ടായി കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടി pi i. സോ ദാറ്റ് ഫൈനൽ ആൻസർ ഈസ് pi i. നമ്മുടെ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ് pi i. വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. നന്നായിട്ട് ചെയ്ത് പഠിക്കുക. സിമ്പിൾ ആണ്. നല്ലതായിട്ടൊന്ന് ശ്രദ്ധിച്ച് യൂസിംഗ് കോഷീസ് റെസിഡ്യൂ തിയറം നമുക്ക് ഇത് ഇയാളെ ഇവാലുവേറ്റ് ചെയ്യണം. നമുക്ക് സി തന്നിട്ടുണ്ട് മോഡുലസ് ഓഫ് x - 2 = 2. അപ്പൊ ഇതും കൂടെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം
എല്ലാ ടൈപ്പുകളും നമുക്ക് കംപ്ലീറ്റ് ആവും. കാരണം ഡിനോമിനേറ്ററിൽ തന്നെ നമ്മുടെ ഓർഡർ കൂടിയ ക്വസ്റ്റ്യനും സിമ്പിൾ പോളും വരുന്ന ടൈപ്പ്. അപ്പോൾ അത്യാവശ്യം എല്ലാ ടൈപ്പുകളും കംപ്ലീറ്റ് ആവും. അടുത്ത പാർട്ടിൽ, അതായത് അടുത്ത വീഡിയോയിൽ നമ്മൾ കോണ്ടൂർ ഇന്റഗ്രേഷൻ കൂടെ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു മൊഡ്യൂൾ ത്രൂ ഔട്ട് കംപ്ലീറ്റ് ആയിക്കോളും കേട്ടോ. സോ ഫസ്റ്റ് നമുക്കൊന്ന് റീജിയൻ വരച്ച് നോക്കാം. ദിസ് ഈസ് ഡയറക്ട്ലി ഇൻ ദ ഫോർമാറ്റ് ഓഫ് z മൈനസ് a is equal to r. നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലേ? മോഡുലസ് ഓഫ് z മൈനസ് a is equal to r. r എന്ന് പറയുന്നത് സെന്റർ ആണ്, r എന്ന് പറയുന്നത് റേഡിയസ് ആണ് അല്ലേ? സെന്റർ എന്ന് പറയുന്നത് 2 ആണ്. സെന്ററും റേഡിയസും സെയിം നമ്പേഴ്സ് വന്നാൽ പാസിംഗ് ത്രൂ ഒറിജിൻ, കാരണം ഇത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യും. നിങ്ങൾ ഇത്തിരി വൃത്തിക്കൊക്കെ വരയ്ക്കട്ടോ. ഓക്കെ, സർക്കിളിന്റെ ഒരു ലുക്ക് ഒന്നുമില്ല, നിങ്ങൾ ഇത്തിരി വൃത്തിക്കൊക്കെ വരയ്ക്കട്ടോ. സോ മോഡുലസ് ഓഫ് z മൈനസ് 2 is equal to 2. നമ്മുടെ സെന്റർ 2ലാണ്, റേഡിയസ് 2 ആയതുകൊണ്ട് തന്നെ സംഭവം ഒറിജിനിൽ കൂടെ പാസ് ചെയ്യും. ഇവിടെ 2 + 2 4 വരും, ഇവിടെ 0 ആണ് വരുന്നത് അല്ലേ? സോ ഇപ്പൊ ജസ്റ്റ് ഞാനൊരു റഫായിട്ട് ഫിഗർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സിംഗുലാരിറ്റീസ് ചെയ്ത് നോക്കാം. സിംഗുലാർ പോയിന്റ്സ്. z മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു z പ്ലസ് 2 ഈക്വൽ ടു 0. സോ ഇവിടുന്ന് z ഈക്വൽ ടു നമുക്ക് സെപ്പറേറ്റ് 0 ടിക്കറ്റ് ചെയ്യാം. z മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0, z പ്ലസ് 2 ഈക്വൽ ടു 0. ഇവിടുന്ന് z ഈക്വൽ ടു 1,1 കിട്ടും, ഇവിടുന്ന് z ഇസ് ഈക്വൽ ടു 2 കിട്ടും അല്ലെ? -2 കിട്ടും. സോ അപ്പം 1 എന്ന് പറയുന്ന ആ ഒരു സിംഗുലാരിറ്റി, ആ ഒരു സിംഗുലാർ പോയിന്റ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ഓർഡർ 2 ആണെന്ന് പറയാൻ പറ്റും. ഇറ്റ് ഇസ് എ പോൾ ഓഫ് ഓർഡർ 2. സോ z is equal to 1 is a pole of order എന്താണ്? 2. ഓർഡർ 2. z equal to -2 is a സിമ്പിൾ പോൾ. അതെന്താണ്? ഒരു സിമ്പിൾ പോൾ ആണ്, കാരണം ഒറ്റ പ്രാവശ്യമുള്ളൂ. ഇനിയിപ്പോ ഇവരകത്താണോ പുറത്താണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് റെസിഡ്യൂ കണ്ടുപിടിക്കണമെന്ന് തീരുമാനിക്കാൻ. -2 നേരെ പുറത്താണല്ലോ, -2 പുറത്താണ്. 2 എന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത് സിംപിളി അകത്താണ് അല്ലെ? 1 അകത്താണ്, -2 പുറത്താണ്. അപ്പൊ -2ന്റെ റെസിഡ്യൂ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 1ന്റെ റെസിഡ്യൂ മാത്രം കണ്ടുപിടിച്ചു. അപ്പൊ 1 വരുന്ന z മൈനസ് 1 ഹോൾ സ്ക്വയർ എന്നല്ലേ? അവിടെ ഓർഡർ എന്താണ്? പോൾ ഓഫ് ഓർഡർ 2 ആണ്. ഓർഡർ 2 ആകുമ്പോൾ ഹയർ ഓർഡർ വെച്ചിട്ടാണ്, അതായത് സെക്കൻഡ് ഫോർമുല. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത 4 ഫോർമുലാസിലെ സെക്കൻഡ് ഫോർമുല വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കണ്ടുപിടിക്കാൻ. നമ്മുടെ സെക്കൻഡ് ഫോർമുല എന്തായിരുന്നു? റെസിഡ്യൂ ഓഫ് f of x at z is equal to a is equal to 1 by n minus 1 factorial into limit x tends to a d raised to n minus 1 by dx raised to n minus 1 into x minus a raised to n into f of x. So this is equal to 1 by 2 minus 1. 2 minus 1, 1 factorial 1 തന്നെയാണ്. limit x tends to a. a എന്ന് പറയുന്നത് എന്താണ്? 1 അല്ലെ? നമ്മുടെ സിംഗുലർ പോയിന്റ് 1 ആണല്ലോ. x tends to 1. d raised to 2 minus 1 1 ആണ്. d raised to 1 ഞാൻ d എന്ന് എഴുതുന്നുള്ളൂ. dx raised to 2 minus 1 1 ആണ്, ഞാൻ dx എന്ന് എഴുതുന്നുള്ളൂ. x minus a എന്ന് പറയുന്നത് 1 ആണ്. raised to n എന്ന് പറയുന്നത് 2 ആണ്. into f of x കിടക്കുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. f of x square divided by x minus 1 square into x plus 2. So x minus 1 square clear ആയിട്ട് എന്തായി പോയി, കട്ടായി പോയി. So 1 by 1 തന്നെയാണ്. ബാക്കി ലിമിറ്റ് x tends to 1 derivative of x square divided by x plus 2. Derivative of x square by x plus 2. So limit x tends to 1 derivative of x square by x plus 2. Denominator into derivative of numerator minus numerator into derivative of denominator whole divided by denominator square. മോളിൽ ഫംഗ്ഷൻ, താഴെ ഫംഗ്ഷൻ. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. Denominator x plus 2 into derivative of numerator x square derivative എന്താണ്? 2x minus numerator x square into derivative of denominator x ന്റെ derivative എന്താണ്? 1. 2 ന്റെ derivative 0. 1 plus 0 എന്താണ്? 1 whole divided by denominator square x plus 2 ന്റെ സ്ക്വയർ. ഇനിയിപ്പോ കൂടുതൽ അങ്ങോട്ട് ഡെക്കറേഷൻ ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് അങ്ങ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ കേട്ടോ. കൂടുതൽ അങ്ങോട്ട് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കൊളവാക്കണ്ട. നമ്മൾ മനസ്സിൽ 1 plus 2. ഇനി ഞാൻ വാല്യൂ കൊടുക്കുക. 1 plus 2 എന്ത് കിട്ടുന്നുണ്ട്? 3 into 2 into 1 എന്ത് കിട്ടുന്നുണ്ട്? 2 minus 1 square into 1 1 divided by 1 plus 2 3 square equal to 2 into 3 എന്താണ്? 6 minus 1 by 3 square 9. 6 minus 1 5 by എന്താണ്? 9. സോ ഇത് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 5 by 9 കിട്ടും.
സോ അപ്പൊ നമുക്ക് ഇപ്പൊ എന്തേ കിട്ടിയിട്ടുള്ളൂ, റെസിഡ്യൂ കിട്ടിയിട്ടുള്ളൂ അല്ലെ. റെസിഡ്യൂ മാത്രം പോരാ, നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ ആൻസർ അല്ലെ. സോ ഈ ചോദ്യം അല്ലെ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇസ് ഈക്വൽ ടു അതിന്റെ ആൻസർ എന്താ വരണ്ടേ, 2πi into sum of residues അല്ലെ. 2πi into sum of residues നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇസ് ഈക്വൽ ടു ആണ് കേട്ടോ. നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഇസ് ഈക്വൽ ടു, നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതേണ്ടത് എന്താണ്, ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഈക്വൽ ടു 2πi into sum of residues. 2πi into sum of residues. നമുക്ക് സം ഓഫ് റെസിഡ്യൂ ഒന്നിൽ കൂടുതലില്ല, ഒറ്റ റെസിഡ്യൂ ഉള്ള ആൻസർ എന്താണ്, 5/9. So this is equal to 2 into 5, 10πi/9. So the final answer is 10πi/9. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം നമ്മുടെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റിലത്തെ കോഷീസ് റെസിഡ്യൂ തിയറം വെച്ചിട്ടുള്ള. ഇനി അടുത്ത വലിയ കാര്യങ്ങളൊന്നും ഇല്ല. കോണ്ടൂർ ഇന്റഗ്രേഷൻ വന്നാൽ നമ്മൾ mod x equal to 1 ചെയ്യുന്നത്. അവിടെ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നമുക്ക് പഠിക്കാനുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്താൽ മതി. സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ അഗൈൻ ഈസ് കൺവേർട്ടഡ് ടു ഈ ടൈപ്പിലേക്ക് മാറും. എഗൈൻ നമുക്ക് എന്ത് തന്നെ അറിഞ്ഞേ പറ്റുള്ളൂ, ക്വസ്റ്റ്യൻ ഒരു 3-4 സ്റ്റെപ്പുകളിലൂടെ, അതായത് മാക്സിമം പോയ 4-5 സ്റ്റെപ്പുകളിലൂടെ ക്വസ്റ്റ്യൻ വീണ്ടും കോഷീസ് റെസിഡ്യൂ തിയറത്തിന്റെ ഫോർമാറ്റിലേക്ക് മാറും. പിന്നെ ആ റെസിഡ്യൂ തിയറം വെച്ചിട്ടാണ് നമ്മൾ ബാക്കി ഫൈനൽ ആൻസറിലേക്ക് വരുന്നത്. അപ്പൊ അടുത്ത ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം ഷെയർ ചെയ്യുക, ഒരുപാട് പേർക്ക് മേ ബി പ്രയോജനപ്പെടാം. സോ മാക്സിമം ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. സോ ഇറ്റ്സ് മീ ശരത് സൈനിങ് ഔട്ട്.